നമുക്ക് ഒരു നിമിഷം തലകളമണക്കി ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക കർത്താവേ. അപ്പോൾ ഈ കർത്തൃ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ ഹല്ലേലൂയ. ഈ ആരംഭ സമയം നാഥാ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഗാന ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങളെ ഇവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ മേൽ പുതിയ ബലമിനെ പകരുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോരുത്തരുടെ മേലും നാഥന്റെ മുറിഞ്ഞ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരോടും അവിടുന്ന് വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഇന്ന് കർത്താവേ, നീ കടന്നു വന്ന് ഹല്ലേലൂയ അപ്പാ, ഞങ്ങളുടെ ദേശത്ത് നീ സന്ദർശിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാം നന്മകൾക്കായി സ്തോത്രം അപ്പാ, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അങ്ങേ പോലൻ ദൈവമേ ആരുണ്ടീ ലോകേ
കണ്ടു വന്നരാജികൾ പാടി വെള്ളിമേഘങ്ങൾ ഒഴുകുന്നാവി രാജകുമാരിയോടൊപ്പം നിങ്ങൾ കലവാടി മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാനവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുവാസത്തിൽ കുടിയുണ്ടാവേ വന്നരാജികൾ വിളരും പാടി വെള്ളിമേഘങ്ങൾ ഒഴുകുന്നാവേ രാജകുമാരിയോടൊപ്പം നിങ്ങൾ കലവാടി
നിന്മടിത്തട്ടായിരുന്നു. ഒടുവിൽ തളർന്നിരുന്നിടമോ നിന്മടിത്തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ ഞാൻ നേടി നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ ഞാൻ തേടി നടന്നു. ഒടുവിൽ നിന്മടിത്തട്ടായിരുന്നു. ഒടുവിൽ അലഞ്ഞടന്നിരുളിൽ നിന്മടിത്തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്ന ദിന ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്ന ദിന ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്ന ദിന ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാൻ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ.
നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളുടെ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. നമ്മളുടെ യേശുനാഥൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. നമുക്ക് ബൈബിൾ വായനയ്ക്കായി 87-ാം സങ്കീർത്തനം വായിക്കാം. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ലഹബിനെയും ബാബേലിനെയും
ഫെലിസ്തീയർ സോർ കൂസ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്നും സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ കൂട്ടായ്മ, ഈ ഒരു പ്രോഗ്രാം, ഇതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും യേശുക്രിസ്തുവിനെ പരിചയമുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ആ നന്മ മനസ്സിലായി എന്നൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടം ഇപ്പോൾ 2026 ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പലവിധമായ പല രാജാക്കന്മാരും പ്രസിഡന്റുമാരും വലിയ വലിയ വമ്പന്മാരുമാണ് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ വലിയ വമ്പൻ താരങ്ങളൊക്കെ ജീവിച്ച അല്ലെ, അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെ, അതുപോലെ തന്നെ നെപ്പോളിയനെ പോലെ വലിയ വലിയ താരങ്ങളൊക്കെ ജീവിച്ച ഈ ലോകത്ത്. പക്ഷെ അവർക്ക് വമ്പന്മാരാകാൻ ഈ ലോകത്ത് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ശേഷം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാൻ പറ്റും. മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ്. വളരെ സ്നേഹനിധിയായി അഹിംസയിലൂടെ അനേകർ ഹിംസയില്ലാത്ത ഒരു സമര രീതിയിലേക്ക് ഭാരതത്തെ നയിച്ച ഒരു മഹാത്മാഗാന്ധി പോലും നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് നല്ലൊരു മരണം അദ്ദേഹത്തിന് ലഭിച്ചത്. അതിനർത്ഥം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത്, ജനിക്കുന്നത്, മരിക്കുന്നത്, ഇതിനെല്ലാം പിറകിൽ മുകളിലൊരു ശക്തിക്ക് എന്തൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആ ശക്തിയെ നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഈ യേശുക്രിസ്തുവിനെ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. ഐ ആം എ ഹിന്ദു, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു ഹിന്ദു എങ്ങനെ ഈ യേശുവിനെ വിളിച്ച് ഇങ്ങനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് എങ്ങനെ പറയാൻ ഇത്രമാത്രം അറിവ് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട്, വാട്ട് ഇസ് എ റീസൺ, എന്താ ഇതിന്റെ കാരണം? ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട എൻ്റെ വീട്ടില് ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായ ദുരവസ്ഥകളും എൻ്റെ അപ്പനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ അനുഭവിച്ച പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അവർ പോലും അറിയാതെ അവരുടെ മേൽ പഴിചാരപ്പെട്ട ചില ശാപങ്ങളൊക്കെയാണ്. ആ ശാപത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയപ്പോൾ ഒരു തലമുറ പിന്നത്തെ തലമുറയൊക്കെ അനുഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം ഒരു കേൾവിക്കാരനായിരുന്നു. ജനിച്ചു കഴിഞ്ഞ് ബുദ്ധി വെച്ച സമയം തൊട്ട് എനിക്ക് ഈ ലോകം ഭയങ്കര വിസ്മയാവഹമായ കാര്യമാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് ഞാൻ അറിയുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യയിൽ മരിച്ച ഒരു കരുണേട്ടൻ എന്ന് പറയുന്ന ഒരാള്, അച്ഛനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇതുപോലെ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് കുടുംബ സംഗമൊക്കെ ഉണ്ടാവും. ആ വീട്ടിൽ വരുന്ന ഒരു അംഗമാണ് ഈ കരുണേട്ടൻ. എനിക്ക് കരുണേട്ടനെ അറിയാം, കണ്ടുപരിചയം. ഞാൻ അന്നേരം എൻ്റെ കൊച്ചിന്റെ അത്ര പ്രായമായി. പക്ഷെ ഒരു ദിവസം എൻ്റെ അമ്മ പറയാണ് കരുണേട്ടൻ മരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചത്, മരിച്ചു പോയത് എന്താ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ആ ബോഡി കാണാൻ വേണ്ടി പോകുമ്പോൾ എന്നെ വിലക്കി, എൻ്റെ അമ്മ വിലക്കി, അങ്ങോട്ട് പോകണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇവരെന്തിനാണ് എനിക്ക് വിലക്കുന്നത്, ഇനി അയാൾക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും എനിക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ എന്നിട്ട് ബോഡി കണ്ടില്ല. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കരുണേട്ടൻ തിരിച്ചു വരില്ലേ, ഇനി ആള് എവിടെയാ പോയത്, തിരിച്ചു വരില്ലേ? ഇല്ല എന്നൊരു ഉത്തരം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളും മരിക്കൂ, നമ്മളെല്ലാം മരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഭൂമിയിൽ ജനിച്ച എല്ലാവരും മരിക്കും. അപ്പൊ പിന്നെ ദൈവത്തിന് എന്തിനാ നമ്മളെ ജനിപ്പിക്കേണ്ട ആവശ്യം ചോദിച്ചു. ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചോദിച്ച ചോദ്യം. അങ്ങനെയാണ് മരിക്കാനാണ് ജനിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ജനിപ്പിക്കാതിരുന്നോടെ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് അമ്മയുടെ ഉത്തരവില്ല, അമ്മയ്ക്ക് ഉത്തരവില്ല. പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെ പോകും? അപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടും, എൻ്റെ അച്ഛനൊക്കെ നഷ്ടപ്പെടുമല്ലേ, ശരിയാണോ? അപ്പൊ നമ്മളിനി നിങ്ങൾ മരിച്ചു പോയി എന്നെ ആരാ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം എനിക്ക് ആരാ തരിക എന്ന് ചോദിച്ചു. അപ്പൊ ചെറിയ ബുദ്ധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അമ്മ പറഞ്ഞു, നീ വലുതാകും, നീ വലുതായി ഞങ്ങൾക്ക് പ്രായമാകും, പിന്നെ ഞങ്ങൾക്ക് ഈ ശരീരം കൊണ്ട് പറ്റാതാകും,
അങ്ങനെ ദൈവം പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ പോകും. പിന്നെ അത് കഴിഞ്ഞ് നീയും വലുതാവും, നിന്റെ മക്കളാകും. അപ്പൊ അവര് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ച കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ട അനുഭവങ്ങളാണ് അവർ ചെയ്യുന്നത്, പഠിച്ചു വെച്ചിരിക്കുന്നത്, മരണം എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ എനിക്ക് ഈ ഒരു ഉത്തരവൊന്നും മതി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഉത്തരം കൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല. ഞാനിങ്ങനെ പഠിച്ച് വളരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പുസ്തകങ്ങളിൽ അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് മരണം, മരണത്തിന് ശേഷം? ഞാൻ എൻ്റെ അധ്യാപികമാരോട് ചോദിച്ചു, ടീച്ചറെ, ഈ മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ജീവിതം എന്ന് പറഞ്ഞാൽ എന്നതാണ്? എന്താ സംഭവം? ഈ മനുഷ്യൻ പഠിപ്പിച്ചുണ്ടാക്കുന്നതാണോ ജീവിതം? അപ്പൊ അവർക്ക് ഉത്തരവില്ല. അവരുടെ തത്വജ്ഞാനങ്ങൾ, രാമായണം, മഹാഭാരതം, അതുപോലെ പല ഗ്രന്ഥങ്ങളിലും വായിച്ചു കിട്ടിയ അറിവുകളിലൂടെ ഞാനും കുറെ വായിച്ചു, എല്ലാ പുസ്തകങ്ങളും. അപ്പൊ അതിൽ നിന്നും എനിക്ക് പൂർണ്ണമായ ഒരു അറിവ് എനിക്ക് ലഭിച്ചില്ല. പക്ഷെ എനിക്കറിയാം, ഞാനും ഈ കേൾക്കുന്ന നിങ്ങളെല്ലാം മരിക്കും ഒരു ദിവസം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഈ നമ്മൾ ചിന്തിക്കുന്ന ഈ നമ്മൾ എവിടെയായിരിക്കും? ഏത് ലോകത്തായിരിക്കും? അപ്പോൾ ചോദ്യം ബാക്കിയാണ്, ഉത്തരവില്ല. പക്ഷെ ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ഞാനിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആരായി മാറി? ഞാനൊരു എഴുത്തുകാരനായി മാറി, ഞാനൊരു തത്വചിന്തകനായി മാറി. അപ്പൊ ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങി. എനിക്ക് എൻ്റെ സത്യം മുഴുവൻ എൻ്റെ വാക്കുകളിലും. എൻ്റെ സ്കൂളിലൊക്കെ എനിക്ക് വലിയൊരു പേരും പ്രശസ്തി. അപ്പൊ അന്ന് എൻ്റെ ആഗ്രഹം ഒരു സിനിമാക്കാരനാകണം, ഒരു സംവിധായകനാകണം, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അപ്പൊ എൻ്റെ നാട് കണ്ണൂരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ സിനിമയിലെത്തിയിട്ടു. പിന്നെ വിനീത് എന്ന് പറയുന്ന ഒരു നടനുണ്ട്. അങ്ങനെ അദ്ദേഹം തലശ്ശേരിക്കാരനാണ്, ഞാൻ തലശ്ശേരിക്കാരനാണ്. പക്ഷേ എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം അന്നും കിട്ടിയില്ല, വർഷങ്ങളായിട്ടും പിന്നെ കിട്ടിയിട്ടില്ല. ആ കിട്ടിയ ഉത്തരം എവിടെയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഉത്തരം എനിക്ക് കിട്ടി. ആ കിട്ടിയ ഉത്തരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ പടിപടിയായിട്ട് വരുന്നുണ്ട്. പഠനം കഴിഞ്ഞു, ഞാൻ ജോലിക്ക് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നാട് വിട്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ജോലിയൊക്കെ കിട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പട്ടണത്തിലേക്ക് വന്നു. അപ്പൊ കണ്ണൂർ ജില്ല തന്നെ വിട്ടിട്ട് കോഴിക്കോടേക്ക് ഞാൻ യാദൃശ്ചികമായി എത്തപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ സ്വപ്നങ്ങളൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്യം ചെറിയ ലക്ഷ്യങ്ങളായിരുന്നില്ല. പക്ഷെ അന്ന് ആവശ്യം, പിടിച്ചു നിൽക്കേണ്ട ആവശ്യം കൊണ്ട് ഞാനൊരു കമ്പനിയുടെ കീഴിൽ ഒരു സാധാ സെയിൽസ്മാൻ ആയിട്ട് ജോലി തുടങ്ങി. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി. അതൊന്നും അല്ല ലക്ഷ്യം വേറെയാണ്. പക്ഷെ ഞാൻ കണ്ട ആ സെയിൽസും കൊണ്ട് ഞാൻ ഈ ഓരോ നാടും ഇങ്ങനെ അന്വേഷിച്ച് ഓരോ വ്യക്തികളോടും ഞാൻ പരിചയപ്പെടുമ്പോൾ അതിൽ പല മതക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരോടെല്ലാം ഞാൻ അന്വേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പ്രായമായ അങ്കിൾസിനൊക്കെ കാണുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു അനുഗ്രഹം വാങ്ങിക്കും. വളരെ പ്രായമുള്ള മുത്തശ്ശിമാരെ കാണുമ്പോൾ അവരുടെ കൈയെടുത്ത് തലയിൽ വെക്കുമായിരുന്നു. അപ്പൊ അവരൊക്കെ ബഹുമാനിക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവരിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകളൊക്കെ ശേഖരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് തൃപ്തി വന്നില്ല. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ നിരാശ വന്നൊരു സമയം വന്നു. ആ നിരാശയുടെ സമയം വന്നപ്പോൾ ഞാനൊക്കെ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കമ്പനിയിൽ വളരെയധികം പ്രയാസപ്പെട്ടൊരവസ്ഥ എനിക്ക് വന്നു. അത് 1 വർഷത്തോളം നീണ്ടു നിന്നപ്പോൾ എനിക്ക് ഡിപ്രഷൻ കയറിയപ്പോൾ നാടില്ല, വീടില്ല, അങ്ങനെയാണ് ആ ജീവിതം. ഡിപ്രഷൻ കയറിയപ്പോൾ എനിക്ക് മരിക്കണമെന്ന് തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? പഴയ സിനിമാ പാട്ടൊക്കെ എടുത്ത് കേൾക്കുകയാണ്. സങ്കടമുള്ള പാട്ടുകൾ, സങ്കടമുള്ള കഥകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം, ആരുമായിട്ട് സംസാരിക്കാൻ. ഡിപ്രഷൻ എന്ന ആ മേഖലയിലേക്ക് എത്തപ്പെട്ടപ്പോൾ, നിരാശ വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഒത്തിരി ദൈവങ്ങളെ പരിചയമുണ്ട്. എൻ്റെ അമ്മ ഒത്തിരി ദൈവങ്ങളെ എടുത്ത് പോകുന്ന ആളാണ്. ഞാൻ അവരുടെ എല്ലാം പുറകെ പോയ ആളാണ്. ഞാൻ എല്ലാ പള്ളികളെയും ബഹുമാനിക്കുന്നു, എല്ലാ അമ്പലങ്ങളെയും ബഹുമാനിച്ചിരുന്നു. എനിക്ക് ഇന്നേത് മാത്രമാണ് സത്യമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടെത്തുന്നത് എന്താണോ അത് മാത്രം ഞാൻ യഥാർത്ഥമായി വിശ്വസിക്കൂ എന്നൊരു ഉള്ളിലെ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അനുഭവപ്പെടണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നിരാശ വന്നപ്പോൾ ഞാൻ അന്വേഷിക്കുന്നില്ല, മരിക്കാൻ വേണ്ടി ചിന്തിക്കുക. അങ്ങനെ ഒരു രാത്രി ഞാൻ മരിക്കാൻ വേണ്ടി കോഴിക്കോട് പാളയം മാർക്കറ്റിലൂടെ രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് നടന്ന് റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വർഷങ്ങളായിട്ട് അന്വേഷിച്ച ആ ദൈവം എന്നെ തേടി വരുന്നു. ഇന്നിപ്പോ ഞാൻ നിൽക്കാനുള്ള കാരണം
ഞാൻ ലോകത്തിൻ്റെ ലേബലായിട്ട് വളർന്നുണ്ടെങ്കിൽ ഞാനൊന്നൊരു എഴുത്തുകാരനാകുമായിരുന്നു, അല്ലെങ്കിൽ സിനിമയിലൊരു സംവിധായകനാകുമായിരുന്നു. അത്രയും കഴിവുകളുണ്ടായിരുന്നു. പക്ഷെ പാതി വഴി നിലച്ചുപോയ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. നമ്മുടെ ഭാഷയിൽ പറയുക ഒരു വഴിത്തിരിവ്. ആ വഴിത്തിരിവ് ഞാൻ അന്വേഷിച്ച ആള് എന്നെ തേടി വരികയാണ്. മനസ്സിലായി? ആ ആള് മനുഷ്യനൊന്നുമല്ല, അതൊരു ആത്മാവാണ്. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, പക്ഷെ മനുഷ്യരിൽ ആരിലും കണ്ടില്ല. അതൊരു ആത്മാവാണ്. ദൈവം ആത്മാവാകുന്നു. അതിന്റെ സീൻ മനസ്സിലാക്കി തരാം ഞാൻ. ആ ക്ലൈമാക്സിൽ എൻ്റെ ജീവിത സിനിമയൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ട്വിസ്റ്റുള്ള ജീവിതമാണ്. അപ്പം ഈ മരിക്കാൻ പോയ രാത്രി 12 മണിക്ക് പോയ എൻ്റെ ഫോണിലേക്ക്, അന്നൊരു സാധാ ഫോണാണ് എൻ്റെ കയ്യിൽ, ആ ഫോണിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോള് വരികയാണ്. ഒരു 10-11 നമ്പർ അക്കൗണ്ട്, 10 നമ്പർ മാത്രം മൊബൈലുള്ളൂ. ഇത് 12-14 അക്കൗണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് എന്തെങ്കിലും വിദേശ കോളാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിച്ചപ്പോൾ, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനാണ് അപ്പുറത്ത് ബാംഗ്ലൂർ. പക്ഷെ അവൻ എൻ്റെ നമ്പർ കിട്ടാൻ ഒരു സാധ്യതയില്ല. 5-8 വർഷമായിട്ട് ഞാൻ എല്ലാം വിട്ടു നിൽക്കുകയാണ്. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറയാ, രജീഷ് അല്ലേ? ഞാൻ പറയാം അതെ രജീഷ്. നീ ഇപ്പൊ എവിടെയാ? ഞാൻ പറഞ്ഞു കോഴിക്കോടാണ്. നീ ആ കമ്പനിയിലെ വലിയ പൊസിഷനിലൊക്കെ എത്തിയോ, മാനേജറൊക്കെ ആയോ? ഞാൻ പറഞ്ഞ എല്ലാം കളവ് പറയുന്നത്. പിന്നെ അവന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ കോഴിക്കോട് എൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പൊ ഇവൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ മരിക്കാനാന്ന് പറയില്ലല്ലോ, ഞാനെ കൊണ്ടുപോകുന്നത്. ഞാൻ റൂമിലേക്ക് വെറുതെ വീണ്ടും ഇവൻ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പൊ എൻ്റെ ഡൗട്ട് ഇവൻ ഇവിടെ എവിടെയോ എന്നെ നോക്കി കാണുന്നുണ്ട്, കണ്ടിട്ട് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ കണ്ടിട്ടല്ലേ വിളിക്കുന്നതെന്ന് പറഞ്ഞു. സത്യം പറ. അപ്പൊ അവൻ പറഞ്ഞു, നീ ഫോൺ ചെക്ക് ചെയ്യ്, ഫോണിനകത്ത് ഈ നമ്പർ മൊബൈലല്ല, ലാൻഡ് ഫോണാണ്, ബാംഗ്ലൂർ കർണാടക, വേണമേ നീ പരിശോധിച്ചോ. ഞാൻ നോക്കുമ്പോൾ ശരിയാ, ലാൻഡ് ഫോൺ എടുത്തിട്ട് ഒരാൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പറ്റില്ല. പിന്നെ ഇവൻ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് എൻ്റെ. ഇപ്പം ഞാൻ എന്നിട്ട് വീണ്ടും ഇവനോട് ചോദിച്ചു, എൻ്റെ ഈ നമ്പർ കണ്ടുപിടിക്കാൻ നിനക്ക് ആരെ പറഞ്ഞു തന്നെ? അപ്പം അവൻ സമ്മതിക്കുന്നു. അവൻ പറഞ്ഞു, അതൊന്നും അല്ല സംഭവം, ഞാനെല്ലാം പറയാം, നീ പറഞ്ഞ എല്ലാം കളവാണ്, നീ ഒന്നും ആയില്ല, ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, നീ മാനേജറായില്ല, ഒരു കമ്പനി മാനേജറും ആയില്ല, ഒരു നന്മയും പ്രാപിച്ചില്ല, വീട്ടിൽ പൈസ അയച്ചില്ല, ഇപ്പം നീ ഭക്ഷണം കൂടെ കഴിച്ചില്ല, നീ ഫുഡും കഴിച്ചില്ല, ഫുഡ് പോലും കഴിച്ചില്ല. അതുകൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. ഇവൻ എൻ്റെ അകത്തുള്ള ഫുഡ് പോലും, ഞാൻ കഴിക്കാത്ത കാര്യം വരെ അവൻ മനസ്സിലാക്കുക. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഇപ്പം പോകുന്ന മരിക്കാനല്ല, അവിടെ ഞാൻ കീഴടങ്ങി. മനുഷ്യൻ ഏതറ്റം വരെ പോവാ? ഒരു കാര്യങ്ങൾ കണ്ടിട്ട് അത് വിശ്വസിക്കുന്ന ലെവലിൽ വരെ പോവാം. ഇത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത മേഖലകൾ ഇങ്ങനെ ഓപ്പണായി വരുമ്പോൾ നമുക്കൊരിക്കലും, എൻ്റെ ഫ്രണ്ട് ഒരിക്കലും പ്രവാചകനൊന്നുമല്ല. അവന് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടെ രാഷ്ട്രീയമായിട്ട് അവിടെ മൊത്തം അടിപിടിയാണല്ലോ, കണ്ണൂർ ജില്ല മൊത്തം അടിപിടിയാണ്. അപ്പം രാഷ്ട്രീയത്തിൽ കുറച്ച് കളിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നത് പറ്റും. അവൻ ബാംഗ്ലൂരേക്ക് മുങ്ങി, ഞാൻ കോഴിക്കോടേക്ക് മുങ്ങി, രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പം അതുവരെ എല്ലാ പരിപാടികളും ഞാൻ അത്ര വലിയ വിശുദ്ധനൊന്നുമല്ല, മനസ്സിലായി? എല്ലാ തരികടകളും ആ പ്രായത്തിൽ കളിക്കുന്ന കളിയിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു അവിചാരിതമായ സംഗതി ഉണ്ടാവുകയാണ്. പിന്നെ അവനും ഞാനും തമ്മിൽ ബന്ധമില്ല കേട്ടോ, കാരണം അവൻ അവന്റെ ലക്ഷ്യം, എനിക്ക് എന്റെ ലക്ഷ്യം, അങ്ങനെയാണ് ആ ബന്ധത്തിൽ നിൽക്കുക. പക്ഷെ ഇങ്ങനെ ആയിത്തീരും. ഞാൻ മരിക്കേണ്ട അവസ്ഥ എത്തുമെന്ന് ഞാൻ ഒരു സ്വപ്നത്തിൽ വിചാരിച്ചിട്ടല്ല ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇവന്റെ ഫോണിലൂടെ എന്നെ കേൾപ്പിക്കുന്ന ശബ്ദം, നീ മരിക്കാനല്ലേ പോകുന്നത്? ഉടനെ ഞാൻ ചോദിച്ചു, നീ ആരാ? ഹൂ ആർ യു? അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഫ്രണ്ടൊന്നല്ല സംസാരിക്കുന്നത്, വേറെ ആരും സംസാരിക്കും, അജ്ഞാത ശക്തിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവൻ എന്നോട് പറയാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ വാക്ക് ആ സമയത്ത് യേശുവിനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ദൈവമല്ല, എൻ്റെ ഗോത്ര ദൈവമല്ല. ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടത് എവിടെയാണെന്ന് അറിയോ? കത്തോലിക് ഞങ്ങൾ മാഹിയിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പള്ളി പെരുന്നാളിന് മെഴുകുതിരി കത്തിക്കാൻ അമ്മ പോകും. സത്യം പറയാൻ ചന്ത കാണാൻ പോവുകയാണ്, കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ അതിനുള്ളിൽ മെഴുകുതിരി കത്തിക്കാൻ പോകുമ്പോൾ അവിടെ കുരിശ് തറച്ച ഒരു രൂപം കണ്ടിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ഇത്രയും പാവമുള്ള ഒരാൾ സ്വതന്ത്രത. അതാണ് എൻ്റെ കൺസെപ്റ്റിലെ യേശു ക്രിസ്തു. പക്ഷെ ആ യേശു ക്രിസ്തു ശബ്ദമായിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ ശബ്ദമായിട്ട് വരികയാണ്. ഇതെന്റെ നെഞ്ചത്തോട്ട് കയറി അതുവരെ നെഞ്ചിൽ ഈ മെഷീൻ കല്ലൊക്കെ എടുത്ത് വെച്ച് എങ്ങനെയുണ്ടോ ഭാരം, വലിയ പാറ കഷ്ണം എടുത്ത് നെഞ്ചിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും, അത്രയും ഭാരമാണ്. മരണം എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഞാൻ അന്നേരം ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ വാക്ക് അങ്ങ് കയറിയപ്പോൾ ഉണ്ടല്ലോ ഒരു സമാധാനം. ഞാൻ അനുഭവിച്ച ഫീലിംഗ് ആണ്. അത് എല്ലാവർക്കും എങ്ങനെയാണ് അനുഭവിക്കാൻ അറിയില്ല. ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ
ശരീരത്തിൽ എന്തോ വൈബ്രേഷൻ, ഒരു മാറ്റം വന്നു. ഉടനെ ഇവൻ അടുത്ത വാക്ക് പറയാണ്, നീ ശരിക്കും പോകുന്നതല്ല, നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, നിന്നെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. കുറെ ദുരാത്മാക്കൾ. അതിന്റെ ബൈബിളിൽ അതിന്റെ പേര് പിശാച് എന്ന് പറയും. ഒരു മനുഷ്യന്റെ തകർച്ചയിലേക്ക് അവനെ നയിക്കുന്നത്, ഒരു മനുഷ്യനെ ആക്സിഡന്റിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണുന്നില്ലേ, ഒരു നല്ല ബിസിനസ്സുകാരൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലേ, ജോയ് റോയ്, നല്ല മനുഷ്യൻ, അനേകർക്ക് ആശ്വാസമായിരുന്ന മനുഷ്യൻ. ഒറ്റയടിക്ക് അയാളുടെ ജീവിതം പോയി. കാരണം എന്താ? അയാളല്ല, അയാളുടെ അകത്ത് കയറിയിട്ട് അയാളെ തകർത്ത ഒരു ശക്തി. അന്ന് മുതൽ ഈ സംഗതിയാണ് എന്നെ തകർത്തതെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പോയ ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രതികൂലം വന്നപ്പോൾ അതിന് താങ്ങാൻ പറ്റാതെ വണ്ണം മരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പൊ തയ്യാറായതല്ല, നമ്മളെ അങ്ങ് തള്ളിവിടുകയാണ് മരണത്തിൽ. അങ്ങനെയുള്ള ചില ശക്തികൾ ഈ ലോകത്ത് കിടപ്പുണ്ട്. ആ ശക്തിയെ സയൻസ് പറയും നെഗറ്റീവ് എനർജി എന്ന് പറയും. ഇനി മറ്റേ എന്താ പറയാ, ഈ നിരീശ്വരവാദികൾ എന്ത് പറയും? നിരീശ്വരവാദി പറയും അത് അവന്റെ തോട്ട്സ് ആണ്, അവന്റെ ചിന്തകളാണ് എന്നൊക്കെ പറയും അല്ലേ. സൈക്കോളജിസ്റ്റുകൾ പറയും അത് അതിന്റെ ഇമോഷനാണ്, അവന്റെ ഡിപ്രഷനാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതെന്താ സംഭവം? ഇത് ആ മനുഷ്യൻ ജനിച്ചതിന് ശേഷം ഭൂമിയിൽ വന്ന് ഭൂമിയിൽ നിന്നുള്ള ചില ശക്തികൾ അവന്റെ ബോഡിയിൽ കയറിയിട്ട് അവനിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, നെഗറ്റീവായ മാറ്റം. ഈ മാറ്റം ഉണ്ടാക്കാൻ ചില സ്പിരിറ്റ്, അങ്ങനെയാ ദൈവം എന്നെ ഈ മേഖല പഠിപ്പിച്ചത്. സ്പിരിറ്റിന്റെ മേഖല, ആത്മാക്കളുടെ മേഖലയുണ്ട് ഈ അന്തരീക്ഷത്തിൽ. ഇവിടെയല്ല, ഭൂമി മുഴുവൻ. അതിൽ നല്ലത് ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവിന്റെ പേര് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് ഭൂമിയിൽ ഇല്ല, ഭൂമിയിലേക്ക് വരുന്നു. ആ ആത്മാവുമായിട്ട് കൊണ്ടുവന്ന ഒരൊറ്റ ആളാണ് ഈ യേശു ക്രിസ്തു. അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ റിലീജിയൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതം. അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ജീവിതം എവിടെയുണ്ടോ അതായി മാറും. അത് ഏത് മതത്തിൽ കിട്ടുന്നു ആ മതം അവർക്ക് താല്പര്യമുണ്ടോ, അത് ഏത് രാജ്യത്ത് കിട്ടുന്നോ ആ രാജ്യം അവർക്ക് ഇഷ്ടപ്പെടും. മനസ്സിലായില്ലേ? നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ജീവിതം എൻജോയ് ചെയ്യാൻ, സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു മനുഷ്യൻ സ്വീകരിക്കും. അതിന് വിഭാഗീയതയൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് ഈ ബ്രദർ, ആ സഹോദരൻ എന്റെ അടുത്തേക്ക് സംസാരിക്കുന്ന കാര്യം, അവൻ പറയാണ് യേശുവിനെ സ്നേഹിക്കും. അവിടെ ഞാൻ സ്റ്റക്കായി. മുന്നോട്ടും പോകാൻ പറ്റില്ല, പിന്നോട്ടും പോയിട്ടില്ല, അവിടെ കിടക്കുക. അപ്പൊ ഇവൻ എന്നോട് പറയാണ്, ഒത്തിരി കൺസെപ്റ്റുകളുണ്ട് ലോകത്ത്, പക്ഷെ നിന്നെ ഇപ്പൊ രക്ഷിക്കാൻ വന്നത് എന്റെ അകത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ വഴിയിൽ പോകുന്നത് അവനെങ്ങനെ കണ്ടുപിടിച്ചത് പറയുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ 1 മാസമായിട്ട് അവനിങ്ങനെ ഈ യേശുവിനെ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല. അവൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ IT എഞ്ചിനീയറാണ്. ഇരുന്ന് അവന്റെ നട്ടലിന് എന്തോ പ്രശ്നം പറഞ്ഞു, ഡിസ്ക് കംപ്ലൈന്റ്. അതുമായിട്ട് അവൻ എന്ത് ചെയ്തു? ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയപ്പെട്ടു. ഓപ്പറേഷൻ ചെയ്തിട്ടും ഇത് മാറിയില്ല. ഓപ്പറേഷൻ ചെയ്തിട്ട് സാധാരണ ഇത് മാറുന്നതാണ്, അത് മാറിയില്ല. അങ്ങനെ മാറാതിരുന്നപ്പോൾ അവിടെ ആ വഴി വന്ന ഒരു ശുശ്രൂഷകൻ, ഇതുപോലെ ഈ ബ്രദറിനെ പോലെയുള്ള ആള്, നമ്മുടെ ജനിൽ ബ്രദറിലെ ഉള്ള ആള് അവിടെ വന്നിട്ട് ഒരു വാക്കങ്ങ് പ്രാർത്ഥിച്ചു. ഇവന്റെ സമ്മതത്തോടെ പ്രാർത്ഥിച്ചു. ഞാനൊന്ന് പ്രാർത്ഥിച്ചോളട്ടെ, പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ടുപിടിച്ച കാര്യം എന്താണെന്നറിയോ? ഇത് രോഗമല്ലെന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവനും എന്തുണ്ട് ഇതുപോലൊരു അനുഭവം പറയാനായിട്ട്. അപ്പൊ അവൻ പറയാണ്, എന്റെ നട്ടലിന്റെ പ്രശ്നം കുറെ കാലമായിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് നോക്കി, മാറ്റം വരുമോ? വന്നില്ല. അതുകൊണ്ട് എന്റെ ജോലിയും പോയി. ഞാൻ ഇരിക്കുന്ന സമയത്ത്, നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാള് വന്നിട്ട് എന്നോട് പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, പക്ഷെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തരട്ടെ. ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചു. പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൊക്കെ മാറുന്നുണ്ട്, മാറിക്കോട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഇതിന് മാറ്റം വന്നു. ഇതെങ്ങനെ മാറ്റം വന്നു? അപ്പം അയാൾ പറയാണ്, ഇത് രോഗമാണെങ്കിൽ മരുന്ന് കുടിച്ചാലേ മാറുള്ളൂ, പക്ഷെ ഇത് രോഗമല്ലെന്ന്. ഇത് രോഗമല്ലാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചു മാറി. അതെങ്ങനെ മാറി? ഇതൊരു ബന്ധനമാണ്. രോഗമല്ലാതെയും ചില അസ്വസ്ഥതകൾ വരുന്നുണ്ട്. രോഗം കൊണ്ട് മാത്രമല്ല വേദന വരുന്നത്, ചില ബന്ധനങ്ങൾ കൊണ്ടും. അപ്പൊ ബന്ധനം ആരോ ഇടുന്നേ? നിനക്കെതിരെ നിൽക്കുന്ന ചില മനുഷ്യരിലൂടെ ചില ദുരാത്മ ശക്തികൾ പ്രവർത്തിക്കും, പക്ഷെ അവർക്കത് അറിയുന്നില്ല.
അങ്ങനെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളിൽ ആർക്കാണോ അത് അടിക്കുന്നത് ആ വ്യക്തി മരണം പോലും സംഭവിക്കും. മനസ്സിലായി? ഇങ്ങനെ ചില മേഖലകളുണ്ട്. അത് അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് ഈ യേശു ആണല്ലോ അവന് സൗഖ്യം കൊടുത്ത്. അന്നുകൊണ്ട് യേശുവിനെ അവന് വിശ്വാസം വന്നു. യേശുവിനെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷമായിട്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ വിഷയം. ഇവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുറിയിൽ ഇവൻ അക്ഷരങ്ങളിൽ എഴുതി കാണിക്കുകയാണ്, എൻ്റെ പേര് റജീഷിനെ കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. റജീഷ് എന്ന പേര് വന്നു, അതിനെ കണക്ട്. കുറേ വർഷമായിട്ട് ഞാനും അവന് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. +2 കഴിഞ്ഞിട്ട് ഒത്തിരി വർഷം, 8-9 വർഷമായി. പക്ഷെ എന്നിട്ടും ഈ പേര് കിട്ടിയപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഞാനാണ്. അവൻ അതുകൊണ്ട് വെറുതെ വിട്ടു. ഈ അറിയാത്ത ആളെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അവൻ മറന്നു കളഞ്ഞു. പക്ഷെ ഞാൻ ഈ മരണ പദ്ധതിയുമായിട്ട്, സൂയിസൈഡുമായിട്ട് മുന്നോട്ട് പോകുന്ന ദിവസം ഇവന്റെ സ്വപ്നത്തിലാണ് രണ്ടാമത്തെ ഇടപെടൽ. സ്വപ്നത്തിൽ എന്റെ മുഖമാണ് കാണിച്ചു കൊടുക്കുന്നത്. ആരാ കാണിച്ചു കൊടുക്കുന്നത്? യേശു. ഇവൻ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവമാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്റെ മുഖം തകർന്നു കിടക്കുന്ന മുഖം കണ്ടപ്പോൾ ഇവന് മനസ്സിലായി എനിക്കെന്തോ ആപത്ത് വരികയാണ്. ഉടനെ എന്റെ നമ്പറെല്ലാം വേണ്ടി നാട്ടിൽ മുഴുവൻ സെർച്ച് ചെയ്തു, ആരെടുത്ത് നമ്പർ. അവസാനം ഇവൻ എന്റെ ഫേസ്ബുക്ക്, നമുക്കറിയുന്ന ഫേസ്ബുക്ക്, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇറങ്ങിയ കാലം, ഞാൻ അതിൽ എന്റെ പഴയ നമ്പർ വെച്ചു. ഈ നമ്പറാണ് അവർ കിട്ടിയത്. ആ നമ്പർ കിട്ടി, അതിൽ വിളിച്ചു. അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്ത് ഒഴിവാക്കിയ സിനിമ. ആ കമ്പനിയിലുള്ള ഒരാൾക്ക് കൊടുത്തു. അവന്റെ കൈ കിട്ടി. അവൻ വീട്ടിൽ നിന്ന് വിളിച്ചത്, വീട്ടിൽ നിന്നാണ് കോൾ എടുത്തത്. അവൻ കമ്പനി ഉപേക്ഷിച്ച് പോയ ആളാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? ഓഫീസ് നമ്പർ കൊടുത്തു. ആ ഓഫീസിൽ രാത്രി 11 മണി വരെ, അന്ന് മാത്രം ആ മാനേജർ ഞാനുമായിട്ട് അയാൾ വഴിയിരിക്കുക. അതിന്റെ ടെൻഷൻ കാരണം അയാൾ ഓഫീസ് ക്ലോസ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുക. അയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. എന്റെ പുതിയ നമ്പർ മാനേജർക്ക് പോലും അറിയില്ല. 3 പേർക്ക് മാത്രമേ അറിയൂ. അതിൽ ഒരാൾ അയാളെ കൂടെ ഉണ്ടായിരുന്നു. ആ പയ്യനാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് എന്റെ രഹസ്യ നമ്പർ പറഞ്ഞു കൊടുക്കും. നോക്കണം, ഇതിനെ കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം ലോക മനുഷ്യർക്ക്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് എന്തോ ദൈവത്തിന്റെ പദ്ധതിയാണ്. അല്ലാതെ അന്ന് ഞാൻ തീരേണ്ടതാണ്. പക്ഷെ പാതി വഴിയിൽ ഒരു ശബ്ദമായി, ഞാൻ ആരിലൂടെ പറഞ്ഞാലാണോ ഞാൻ വിശ്വസിക്കുക ആ വ്യക്തിയെ എനിക്ക് മുന്നേ ഇതിലോട്ട് എത്തിച്ചിട്ട് ആ വ്യക്തിയിലൂടെ എന്നോട് സംസാരിച്ച് എന്നെ അങ്ങ് സ്റ്റക്കാക്കി. അന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുത്തു. എന്തായാലും ഈ ജീവിതം ഞാൻ കളയാൻ വിചാരിച്ച ഇത് നേടിത്തന്നത് ഈ യേശു എന്ന ദൈവമല്ലേ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം മുഴുവൻ ഞാൻ യേശുവിന് കൊടുക്കാം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? യേശുവിന്റെ പേരിൽ ഒരു പ്രാർത്ഥന ചൊല്ലിത്തന്നു. ആ പ്രാർത്ഥനയില് ഒരു തീ ഇറങ്ങുന്ന പോലെ ഒരു അനുഭവം എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവ ആത്മാവാണ്. ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ എന്തൊക്കെ ബന്ധനമുണ്ട് ആ ബന്ധനങ്ങളല്ല. ശാപമുണ്ട് ശാപമാണ്, മന്ത്രവാദമുണ്ട് മന്ത്രവാദമാണ്, രോഗമുണ്ട് രോഗമാണ്. പിന്നെ നമ്മൾ സമാധാനം, ഭയങ്കര സമാധാനം, ഹാപ്പി. അപ്പൊ അതുവരെ ഡിപ്രഷനായിരുന്ന ആള് പെട്ടെന്ന് ആള് മാറി, ഹാപ്പിയായി. അന്ന് ഞാൻ പിന്നെ പോയില്ല, മരിക്കാൻ പോയില്ല, നേരെ പോയി കിടന്നുറങ്ങും, സ്വസ്ഥമായ ഉറക്കം. അന്നത്തെ ഉറക്കം എനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇന്നലെ മരിക്കാൻ പോയ ഞാൻ ഇന്ന് ഇവിടെ കിടത്തിയത് ആരാ? യേശു. ഈ യേശു ആരാന്ന് എന്റെ ചോദിച്ചു. ഈ യേശു ആരാ? ഈ യേശുവിനെ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് അറിയണമല്ലോ. എന്നെ ഇത്ര പിടിച്ച്, കാരണം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്, പഠിക്കുന്ന സമയത്തെ അങ്ങനെ. അതുകൊണ്ട് തന്നെ കാണാതെ എവിഡൻസ് ഇല്ലാതെ ഒന്നും ഞാൻ വിശ്വസിച്ചു. എന്നാൽ ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന കഴിവ്, ആര് വാക്ക് എതിർത്ത് പറഞ്ഞാൽ അയാളെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സഹിതം ഒരു കാര്യം പഠിപ്പിക്കും. അതിനുള്ള ഒരു ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഈ ഇത്രയും അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്കിത് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം. അങ്ങനെ ഇതിന്റെ പുറകിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു, എൻ്റെ എല്ലാ കാര്യങ്ങളും രാജിവെച്ചു. ഇതിന്റെ പുറകിൽ അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. ചെറുപ്പത്തിൽ ഞാൻ അന്വേഷിച്ച സംഗതിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല, എൻ്റെ പരിമിതി എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യാനിയല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ എൻ്റെ സാഹചര്യത്തിൽ ആരും തന്നെ ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവനോട് ചോദിച്ചു, ഇതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് യേശുവിനെ വേണം, യേശുവിൽ എന്തോ ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇതിനെ കൂടുതൽ കിട്ടണം, ഈ ശക്തി. അതിനെന്ത് ചെയ്യണം? അവൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ,
മോനെ ഒറ്റ കാര്യം നീ ചെയ്യേണ്ടത്, ഇതുപോലെ പ്രാർത്ഥന നടത്തുന്ന ഒരു സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നീ പോയി ഇരുന്നാൽ മതി, ഇരിക്കുക. ഇപ്പൊ നിന്റെ ശരീരത്തിൽ എന്തൊക്കെ കാണും? നിന്റെ അച്ഛന്റെ തറവാട്ടിൽ നിന്ന് വന്ന ശാപങ്ങളും അതിന്റെ ശക്തികളും, ഓരോ ശക്തികളും. ഇത് നിമിത്തം നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന, മേലുവേദന, രോഗം. ഇതവിടെ ഇരിക്കുമ്പോൾ, നീ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഒരു ശക്തിയുണ്ട്, പരിശുദ്ധി ആത്മാവ്. നീ യേശുവിനെ വിളിക്കുമ്പോൾ നല്ല ആത്മാവ്, ഭൂമിയിൽ കുറെ ആത്മാവുണ്ട്, അതിൽ നല്ല ആത്മാവ് യേശുവിന്റെ ആത്മാവ്. കാരണം യേശുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു, വളരെ സ്നേഹമായി എല്ലാവർക്കും സമാധാനം കൊടുക്കുന്നത്, ഒരു മുഖത്തടിച്ച മറുമുഖം കാണിച്ചു കൊടുക്കുന്നത്. ആ യേശുവിന്റെ നല്ല ആത്മാവ് നിന്നെ തൊടുവല്ലോ. യെസ്, തൊടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ ശരിക്കും തൊടുവോ? ആ തൊടുമ്പോ നീ പോലും അറിയാതെ ചില കാര്യങ്ങൾ അവിടെ നടക്കും. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും അശുദ്ധാത്മാവ് ഉണ്ടേ അത് പോകും, നീ കൂടുതൽ കൂടുതൽ സമാധാനമുള്ളവനായി മാറും. അപ്പൊ ഇതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ കൂട്ടായ്മ അന്വേഷിച്ച് നോക്കി എവിടെയാണുള്ളത്. അപ്പൊ ഒരു ടൗണിനകത്ത് ഒരു പാസ്റ്ററും ഇതുപോലെ തന്നെ ആൾക്കാരും ഇങ്ങനെ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങൾ. ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവൻ എന്നെ വിളിക്കുമോ, എന്നെ പരിഗണിക്കുമോ, ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. പക്ഷെ അവിടെ ഒരു ശബ്ദം വരികയാണ്, ആയിരക്കണക്കിന് ആളുകൾ ഒഴിഞ്ഞുപോയ കമ്പനിയിൽ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാനാണല്ലോ കമ്പനിയുടെ പ്രശ്നമായിട്ട് മരിക്കാനൊക്കെ പോയത്, ഇത് എന്നോടല്ലേ സംസാരിക്കുന്നതെന്നൊരു എന്റെ ഉൾവിളിയുണ്ട്. ആ ആഴ്ചയ്ക്ക് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര സമാധാനം. അപ്പൊ ഈ സമാധാനം എനിക്ക് ലഭിച്ച ഈ പ്രാർത്ഥനയെ ഞാൻ എന്ത് ചെയ്തു, സ്വന്തം പ്രാർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അന്ന് എനിക്ക് ബൈബിൾ അറിയില്ല, ക്രിസ്ത്യൻ വിശ്വാസങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ഈ ദൈവത്തിന് എന്തോ വലിയ ശക്തി ഉണ്ടെന്നാണ്. പ്രിയ ദൈവമക്കളെ, ഞാനിപ്പോ ദൈവമക്കളെ എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയാം? പണ്ട് ഞാൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ, മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ മൈ ഡിയേഴ്സ് അല്ലെങ്കിൽ പ്രിയ കൊളീഗ്സ് അങ്ങനെയൊക്കെ വിളിച്ചിരുന്നത്. പക്ഷെ കൊളീഗ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അകലമുണ്ട്, നിങ്ങളിൽ ഒരു സാധാരണക്കാരല്ലേ ഉള്ളൂ. പക്ഷെ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെതാണ്, ഞാൻ മാത്രമല്ല, നിങ്ങളും ദൈവത്തിൻ്റെ. ഞാൻ ഈ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പോഴും ആ ദൈവത്തിന്റെ വഴിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ അന്വേഷിക്കും. അപ്പൊ ഓരോ മേഖലകൾ ദൈവനെ പഠിപ്പിച്ചു. ആദ്യം പഠിപ്പിച്ച മേഖല, ഈ ഭൂമി ദൈവം ഉണ്ടാക്കിയിട്ട് ആദം എന്ന ആദ്യത്തെ മനുഷ്യന്റെ പേരെന്താ? ആദം, ഔവ്വ. ഈ രണ്ട് മനുഷ്യർ, ഇവർക്ക് വേണ്ടി സകലത്തിന്റെ മീതെ വാഴുവാനുള്ള അധികാരവും കൊടുത്തിട്ട് ഒരിക്കലും മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് ധരിപ്പിച്ച് ഇത് കൊടുക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ പറഞ്ഞല്ലോ, നെഗറ്റീവ് എനർജി, ആ ദുരാത്മ മണ്ഡലങ്ങൾ, അത് ആദ്യം മനുഷ്യനിൽ ഉണ്ടായിരുന്നില്ല. അത് ഈ ഭൂമിയുടെ അധോ ഭാഗത്ത് കിടക്കുന്ന ശക്തിയായിരിക്കും. നമ്മൾ ഹിന്ദുക്കൾ പറയും പാതാളം എന്നത്. പാതാളം നമ്മുടെ പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ്, പാതാള ശക്തിയാണ്, അത് അസുരശക്തി എന്ന് പറയും. ഈ ശക്തിയാണ് ഭൂമിയിലേക്ക് കയറി മനുഷ്യനെ തെറ്റിച്ച് മനുഷ്യന്റെ അകത്ത് തമ്മിൽ ഭിന്നതയിട്ട് യഥാർത്ഥ ദൈവത്തെ വിളിക്കുന്നതിന് പകരം യഥാർത്ഥ ദൈവം എവിടെയുള്ള ഭൂമിയിലില്ല. എവിടെയും വായിച്ചാൽ നമുക്കറിയാം, ദൈവം ഭൂമിയിലല്ല, ഉയരത്തിലാണ്. ഭൂമി മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ ആ മനുഷ്യൻ നല്ല ലക്ഷ്യത്തോടെ ദൈവം ചെയ്ത ആ കാര്യത്തെ മോശം പ്രവൃത്തിയിലേക്കാണ് ഈ ദുരാത്മാവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തമ്മിൽ പലവിധമായ വർഗീയ അല്ലെങ്കിൽ എന്താ പറയുക വിഷം കുത്തിവെക്കുന്നത്. ഈ ശക്തിക്ക് ഇവിടെ നിൽക്കണം. മനുഷ്യരെല്ലാം നന്നായി പോയാലും പിന്നെ ഇവനെ എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഈ ശക്തിക്ക് വാഴാൻ പറ്റില്ല. അതാണ് സംഗതി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെ, യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് ഒരു കാര്യവും സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കും. നിങ്ങൾ മനസ്സിലാവും? യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് ഒരു രൂപ പോലും സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കും യഥാർത്ഥ ഭക്തൻ. അവനൊന്നും വേണ്ട, അവൻ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയാണ് ഭക്തിയുടെ മാർഗം ധരിച്ചത്. അല്ലേ, നമുക്കറിയാം ശ്രീബുദ്ധനെ കുറിച്ച്. ശ്രീബുദ്ധൻ ഒരിക്കലും സന്യാസിയായി പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആയല്ല. അദ്ദേഹം ഒരു രാജകുമാരനാണ്, രാജകീയ അധികാരമുള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാ ഇത് ഞാൻ ചിന്തിച്ച പോലെ ഒരു ചിന്ത അയാളും ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചു വർഷങ്ങൾക്ക്. എന്താ ചിന്തിച്ചത്? ഒരു ശവമഞ്ചം വരുന്ന കണ്ടിട്ട് ഇത് മരണമെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് എനിക്കും നാളെ ഈ മരണം വരും. എന്നാൽ ഇതിനെ നമുക്ക് സത്യം അറിയണം. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സന്യാസ ജീവിതത്തിലേക്ക്.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ യേശു എന്ന അത്ഭുതം വന്നത് നിമിത്തം ഞാനിപ്പോൾ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കുള്ള ജീവിതം വിട്ടിട്ട്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വേഷമൊക്കെ, കാരണം ഇത് ധരിക്കാതെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ പറ്റും. നമുക്ക് ഈ നാട്ടിന്റെ നാട്ടു നടപ്പെന്ന് പറയും, കൾച്ചറൊന്നും മാറ്റിയിട്ട് ഗാന്ധിജിയുടെ വേഷം പോലെ നമുക്ക് ധരിച്ചാൽ നമ്മൾ ഒരാൾ തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ മര്യാദ, സംസ്കാരത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സംസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്. നിന്റെ അകത്തളത്തിൽ കിടക്കുന്ന നിന്റെ മനസ്സിന്റെ മനോവിചാരങ്ങൾ അത് മാറണമെങ്കിൽ നീ എന്തിനു വിളിക്കണം? നല്ല ആത്മാവിനെ നിന്റെ അകത്ത് പ്രവേശിക്കും. നല്ല ആത്മാവ് ഭൂമിയിൽ എവിടെയും ഇല്ല. അത് പരിശുദ്ധനായ തേജോമയനായ സ്വർഗീയനായ ദൈവത്തിന്റെ ആത്മാവ്. അപ്പം യഥാർത്ഥ മനുഷ്യർ, അതായത് നല്ല ഹൃദയത്തിനുടമയുള്ളവർ എന്ത് ചെയ്യും? ഈ തേജസ്സിനെ സ്വീകരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഹൃദയം തുറന്നാ പ്രാർത്ഥിക്കും. ഹൃദയം തുറന്ന ദൈവമേ എന്നൊരൊറ്റ വിളിച്ചാൽ യഥാർത്ഥ ദൈവം ഏതാണോ അത് നിന്റെ അടുത്തേക്ക് എത്തും. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് വീണ്ടും കുറെ സത്യങ്ങൾ മനസ്സിലായി. ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികൾക്ക് പോലും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം ഇങ്ങോട്ട് പറയാതെ, ജൂതന്മാർക്ക് ഈ ബൈബിളിന്റെ ആരംഭം ജൂത ഗോത്രത്തിൽ നിന്നാണ് ഈ ബൈബിൾ ആരംഭം. നിങ്ങൾക്കറിയാം, ഈ ബൈബിൾ ആദ്യത്തെ ഭാഗം ഒരിക്കലും ക്രിസ്ത്യാനിയുടേതല്ല, യഹൂദന്റെയാണ്. പഴയ നിയമം എന്ന് പറയും. ഈ പഴയ നിയമം മുഴുവൻ പറയുന്നത് യഹൂദന്റെ കാര്യമാണ്. അതിൽ ഒരു കാര്യം ക്രിസ്ത്യാനിക്കുള്ളതല്ല. ക്രിസ്ത്യാനിയുടെ കാര്യം വരുന്നത് പുതിയ നിയമത്തിലാണ്. അതായത് ജൂതൻ മുതലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പഴയ നിയമത്തിലുണ്ട്. ആ ജൂതന്റെ കൾച്ചർ വരെ ഈ ബൈബിൾ പഠിപ്പിക്കും. ആ ജൂതന് പോലും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, യഹൂദന് പോലും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ. ആ കാര്യം മനസ്സിലാക്കാൻ നിനക്ക് പറ്റും. കാരണം എനിക്ക് പറ്റും, അല്ലെങ്കിൽ നിനക്ക് പറ്റും, നമുക്ക് ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും. കാരണം നമ്മൾ അന്വേഷിക്കാൻ മനസ്സ് കാണിച്ചാൽ യഥാർത്ഥ ദൈവം എന്താണ്, യഥാർത്ഥ ഭക്തി എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന്, സത്യസന്ധമായ സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൽ നമുക്ക് കാൽവരി ക്രൂശിലോട്ട് നമുക്ക് നോക്കാം. യേശു ഈ ഭൂമിയിൽ ജനിച്ചു, ഒരു ദൈവപുത്രനായിട്ടാണ് ജനിച്ചത്. യേശുവിന് മരണം ഉണ്ടായില്ല. മരിച്ചിട്ട് അവന്റെ കല്ലറ ഇപ്പോഴും, യേശുവിനെ കിടത്തിയ കല്ലറ ഇപ്പോഴും തുറന്നു കിടക്കുക ഇസ്രായേലിൽ. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശു മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നിട്ട് യേശു എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷനായി 40 ദിവസം. ബൈബിളിലും വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യത്ത് പോയാൽ ഈ യേശുവിലൂടെ നടന്ന അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിലും യേശു ക്രിസ്തു ആരാണ്? ദൈവപുത്രനാണ്. ബൈബിളിലും ആത്മീയ പുസ്തകത്തിലും യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ഈ ദൈവപുത്രന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ഭൂമിയിൽ വന്നത് ദൈവപുത്രൻ ഫെയിം ആൻഡ് നെയിം ഉണ്ടാക്കാനല്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞില്ലേ, പാതാള ശക്തികൾ. ഈ പാതാള ശക്തികൾ ബൈബിളിൽ പറയുന്നത് ലൂസിഫർ എന്നാണ്. പാതാള ശക്തികൾ നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഇടും. ഈ രോഗങ്ങൾ എടുത്തു മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു അവയവത്തിന് കേടുവരും. അപ്പം ഈ പാതാള ശക്തിയുടെ ലക്ഷ്യം നിന്നെ തകർക്കുക എന്ന് മാത്രം. രോഗമിടും, ശാപമിടും, പാപമിടും. എന്നിട്ട് നിന്നെ തന്നെ പറയും, നീ ചെയ്തു, അവൻ ചെയ്തു എന്ന് പറയും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എന്നാൽ ആ ശക്തിയിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ അകത്തൊരു ശക്തി വേണം. ആ ശക്തിയുടെ പേര് ഹോളി സ്പിരിറ്റ് എന്ന് പറയും, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്നെ എല്ലാവർക്കും കിട്ടത്തില്ല. ഞാൻ ക്രിസ്ത്യാനികൾ പോലും ചില ആളുകൾക്ക് ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ഇവൻ ഈ സംസാരിച്ചപ്പോൾ ഞാൻ യേശുവിനെ ഓർക്കാപ്പുറത്താണെങ്കിലും ആ യേശുവിനെ എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ചാൽ എന്നെ രക്ഷിച്ചു. ആ ഒരു നന്ദി കാണിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് ദൈവം. അവിടെ തൊട്ടാണ് എൻ്റെ അകത്തൊരു ശക്തി വരാൻ. ഞാൻ സാധാരണ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ പോലെ നമ്മുടെ നാട്ടിൽ തോന്നിവാസങ്ങൾ എന്ന് പറയും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് തോന്നിവാസങ്ങൾ ചെയ്യാൻ പറ്റില്ല. മദ്യപിക്കാൻ പണ്ടത്തെ പോലെ മദ്യപിക്കാൻ പറ്റുന്നില്ല, പുകവലിക്കാൻ പറ്റുന്നില്ല. പക്ഷെ താല്പര്യമില്ല, ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വേണ്ട. അപ്പൊ ഒരാൾക്ക് നല്ല ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കും? നിർത്താൻ പറ്റാത്ത മദ്യപാനം നിർത്താൻ പറ്റും. ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല. ഇന്ന് ഞങ്ങള് പ്രസംഗിക്കുന്ന ഹാളില്
ഒരു ആൻറ്റി ഇവിടെ വന്ന് പറയാണ്, നമ്മൾ ആ പ്രാർത്ഥനയെ വന്നതിന് ശേഷം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനെ മദ്യപാനം നിന്നു, ഇപ്പൊ ഒരു സാവധാനത വന്നിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, ദൈവമായിട്ട് ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചെവിയിലല്ല, ഹൃദയത്തിൽ തോന്നലുകളായിട്ടാണ് ദൈവം സംസാരിക്കുക. തോന്നലുകൾ നിങ്ങളൊന്ന് ധ്യാനിച്ചിട്ട് നോക്കിയേ, യേശുവേ യേശുവേ എന്ന് വെച്ച് ധ്യാനിച്ചിട്ട് നോക്കിയേ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ നിങ്ങളിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ആ തോന്നലുകൾ നമ്മുടേതല്ല, ഇങ്ങോട്ട് ദൈവം സംസാരിക്കുക. നമുക്കറിയാത്ത കാര്യമാണ് ഇങ്ങോട്ട് വരുന്നത്, അതാണ് നമ്മുടേതല്ലെന്ന് പറയാൻ കാരണം. അപ്പൊ ഞാൻ മദ്യപാനികളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ മദ്യപിപ്പിക്കുന്നത് ഏത് ശക്തിയാണ്? ഒരു മനുഷ്യന് മദ്യപാനല്ല വേണ്ടത്, വെള്ളം വേണ്ടത് ദാഹത്തിന്. അപ്പൊ ദാഹത്തിനല്ലല്ലോ മദ്യം കുടിക്കുന്നത്, അല്ല. അപ്പൊ ബോധം കെടുത്താനാണ് മദ്യം കുടിക്കുന്നത്. ബോധം കെട്ടാൻ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഉളുപ്പ് എന്ന് പറയും, നാണം ഉണ്ടാവില്ല, എന്തും ചെയ്യാം എന്തും പറയാം. അപ്പൊ കുറച്ചു നേരം അങ്ങനെ കിറുങ്ങി നിൽക്കാം, അതിൽ കിട്ടുന്നൊരു സന്തോഷം. ഇത് ആർക്കാ വേണ്ടി? ഇത് മനുഷ്യനല്ല വേണ്ടത്. മനുഷ്യൻ ബോധത്തോടെ നിൽക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നത് ബോധത്തോടെയാണ്. കുറേ ശ്രമിച്ച് കഷ്ടപ്പെട്ട് അവന്റെ ബുദ്ധി വെച്ചിട്ട് തോമസ് ആൽവ എഡിസൺ ടങ്സ്റ്റൺ എന്ന ലോകം കണ്ടുപിടിച്ചു. എന്നാൽ ബോധം മറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? മദ്യം. അപ്പൊ മദ്യത്തെ കുടിപ്പിക്കുന്നത് നമ്മളല്ല കുടിക്കുന്നത്, നമ്മുടെ അകത്ത് കയറിയ ഒരു ശക്തിയാണ് മദ്യസേവ നടത്തുന്നത്. നമ്മുടെ അകത്തൊരു ശക്തി കയറി, അല്ലെങ്കിൽ ദുരാത്മാവ് കയറി, അതിങ്ങനെ മദ്യം കഴിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഈ ഇലക്ട്രിസിറ്റി വരാത്ത കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നാട്ടുവഴിയിലെല്ലാം ചൂട്ട കത്തിച്ചിട്ട് പോകും. ഈ തീ കൊണ്ട് ഓലയുടെ ഇത് വെച്ചിട്ട്, അന്ന് ടോർച്ചൊന്നുമില്ല, ചൂട്ട് കത്തിച്ച് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ, ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഒരു സാരി ഉടുത്ത സ്ത്രീയൊക്കെ നടന്നു പോകുന്നതാണ്. അപ്പൊ ഇവര് പേടിച്ചിട്ട് അത് ഇട്ടിട്ട് ഓടിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പണ്ട് ഉത്സവ പറമ്പിലൊക്കെ ഈ ഗാനമേളയൊക്കെ കണ്ടിട്ട് രാത്രി 2 മണി 3 മണി സെക്കൻഡ് ഷോ ഒക്കെ കണ്ടു വരുമ്പോഴത്തേക്ക്, അന്ന് ഇതുപോലെ വാഹനങ്ങളൊന്നുമില്ല, 2 വീലറൊന്നും ഇല്ലല്ലോ, കുറേ ദൂരം നടന്നിട്ട് വേണം യാത്ര ചെയ്യാൻ. അന്ന് ഇങ്ങനത്തെ ചില ശക്തികളെ കാണാറുണ്ട്. കണ്ടിട്ട് പേടിച്ചു പോയ അനുഭവങ്ങൾ പലതും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇമാജിനേഷൻ, അതൊന്നുമല്ല. അങ്ങനെയുള്ള ശക്തികളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പാടില്ല, കാരണം ഇപ്പൊ ബർമുഡ ട്രയാങ്കിൾ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ എന്ത് മുകളിൽ വന്നാലും താഴെ ഇടും. ചില പൈശാചിക സ്ഥലങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ് പൈശാചിക മേഖല. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ നല്ല ബുദ്ധിയെ പൊട്ട ബുദ്ധിയാക്കുന്ന ശക്തിയുണ്ട്. സ്വയം ഒരുവൻ നശിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാക്കുന്നത് എങ്ങനെ? അതും ഒരു ശക്തിയാണ്. ആ ശക്തിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, നല്ല മനസ്സ് തരുന്ന ഒരു ആത്മാവ് നമ്മുടെ കൂടെ എപ്പോൾ വേണം. നമ്മുടെ ആത്മാവിന് ശക്തിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവിന് ശക്തിയില്ലാത്തത്? നമുക്കറിയാം, മനുഷ്യനെ എത്ര പേരുണ്ട്? ജിൽ ബ്രദറെ, എത്ര പേരുണ്ട് മനുഷ്യൻ? 3 പേരാണ്. പുറമെ നമ്മുടെ ശരീരം, ഉള്ളിൽ നമ്മുടെ മനസ്സ്, അതിനകത്ത് നമ്മുടെ ആത്മാവ്. ഇങ്ങനെ 3 പേഴ്സണാലിറ്റിയാണ്. ഇതില് ശരീരം കോമ സ്റ്റേജിലായാലും, ശരീരം അനങ്ങാതിരിക്കുമ്പോഴും അകത്ത് പ്രവർത്തനമുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അകത്ത് പ്രവർത്തനമുണ്ട്, അല്ലേ? പ്രവർത്തനം ഇല്ലേ? അപ്പൊ അകത്ത് ആരായി പ്രവർത്തിക്കുന്നത്? അകത്ത് പ്രവർത്തിക്കുന്നത് ആത്മാവെന്ന് പറയും. ഈ ആത്മാവ് ബോഡിയിൽ നിന്ന് പോകുമ്പോഴാണ് ശരിക്കും മരണം സംഭവിക്കുന്നത്. അപ്പൊ ഉള്ളിലൊരു ആത്മാവാണ്. ആത്മാവിനെ ആരും കണ്ടെത്തിയിട്ടില്ല. മെഡിക്കൽ സയൻസ് ഒന്നും ആത്മാവിനെ കണ്ടെത്തിയിട്ടില്ല. മെഡിക്കൽ സയൻസ് മൈൻഡ് വരെ പോയിട്ടുണ്ട്, മൈൻഡിന്റെ പഠനം വരെ പോയിട്ടുണ്ട്, സൈക്കോളജി വരെ പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ട്, ആത്മാവുണ്ട്. ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നത്, ആത്മാവുള്ളത് കൊണ്ടല്ലേ മരിച്ചവർക്ക് ഇന്നേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ കുറെ ആചാരാനുഷ്ഠാനങ്ങൾ പൂർവികന്മാർ ചെയ്തു വെച്ചത്. ആത്മാവുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിലാണ് ആത്മാവെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് അവന്റെ ശരീരം വിട്ടു പോവുകയാണ്. അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നല്ല ആത്മാവിൽ നിന്നിട്ട് വളർന്ന് മരിച്ച ആളുകളെല്ലാം അവരുടെ ആത്മാവ് നല്ല സ്ഥലത്തേക്കും, മോശ ആത്മാവിൽ മോശം കാര്യങ്ങൾ ചെയ്ത് നടന്നു പോയതിനെല്ലാം മോശം വഴിയിലേക്കുമാണ് ദൈവം ഇടുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ വിശ്വസിച്ചേ പറ്റും. ദൈവം എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവ്, അതൊരു ശക്തിയാണ്, അതൊരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്. ദൈവ ആത്മാവാണ്. ആ ദൈവത്തിൽ നിന്നും നമുക്ക് വേണ്ട അറിവുമായിട്ട് ഭൂമിയിലേക്ക് വന്ന ആളുടെ പേരാണ് യേശു ക്രിസ്തു. മോനെ, നീ വിചാരിക്കുന്നതൊന്നുമല്ല ദൈവമെന്ന്.
നിന്റെ ദൈവം എന്നെ നിങ്ങൾ കണ്ട പോലെ എൻ്റെ അകത്തുള്ള ഒരു ആത്മാവാണ് യഥാർത്ഥ ദൈവം. യേശു പഠിപ്പിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ അകത്തുള്ള ആത്മാവ് എങ്ങനെയാണ് യേശു അത്രയും ഗ്യാരണ്ടിയോട് പറയുന്നത്? എൻ്റെ അകത്തുള്ള ആത്മാവ് എന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവത്തെയും എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു പറയാൻ കാരണം യേശുവിന്റെ പ്രവൃത്തിയാണ്. യേശുവിന്റെ പ്രവൃത്തി എല്ലാം നന്മയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി യേശു എന്തിനാ മരിച്ചത്? യേശുവിന്റെ മരണം ബലിയാണ്. എന്തിനാ ബലി? കാരണം നമ്മൾ നശിച്ച ലോകത്ത് നശിച്ച ദുരാത്മാവ് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് മരിച്ചാൽ നമ്മുടെ ആത്മാവിന് എന്തില്ല? മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ ബലിയാവുകയാണ്. ആ എൻ്റെ രക്തം നിങ്ങളുടെ എന്ത് ചെയ്യും? നിങ്ങളുടെ പാപത്തെ മോചിപ്പിക്കും. നിങ്ങളുടെ പാപം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പാപം മാത്രമല്ല, എൻ്റെ പൂർവ്വ പിതാക്കന്മാരുടെ പാപം മുഴുവൻ എൻ്റെ തലയിലാണ് വരുന്നത്. എത്ര പേർക്ക് അതറിയാം? ആ മേഖല തിരിച്ചറിഞ്ഞാൽ തറവാട്ടിൽ കിടക്കുന്ന ശാപത്തിന്റെ കെട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. കേരളത്തിലൊക്കെ കുറെ പാപനാശിനിയുണ്ട് അല്ലെ, പുണ്യസ്ഥലങ്ങളുണ്ട്, പുണ്യ തീർത്ഥാടനങ്ങൾ. ഇവിടെ നിന്ന് പോയത് കൊണ്ട് നിങ്ങളുടെ അകത്തുള്ള ആത്മാവിന്റെ പാപം മാറുന്നില്ല. ശരീരത്തിന്റെ പാപം ചിലപ്പോൾ മാറുമായിരിക്കും, എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും. പക്ഷെ അകത്തൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ മേലാണ് ഈ പൈശാചിക ശക്തി ആരോപിക്കുന്നത്. ഇവൻ ഇന്നേത് ചെയ്തു, ഇവൻ ഇന്നയാളുടെ മകനാണ്, നശിച്ച തറവാട്ടിലെ. അപ്പൊ അങ്ങനെ പറഞ്ഞു നിന്നെ ആരോപിക്കുക, കുറ്റം ആരോപിക്കുക. അതുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ കിടന്നിട്ട് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. യേശു പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഭൂമിയില് ഒരു സ്ഥലത്തും ദൈവം ഇരിക്കുന്നില്ല. ദൈവം ഇരിക്കുന്നത് നിന്റെ അകത്തുള്ള ആത്മാവിൽ. ദൈവം ഇരിക്കുന്നത് എൻ്റെ അകത്തുള്ള, എൻ്റെ ശരീരത്തിലല്ല ദൈവം ഉള്ളത്, എൻ്റെ അകത്തുള്ള ആത്മാവുണ്ട്. ഇതിനെ ഞാൻ പോലും കാണുന്നില്ല. ഈ ആത്മാവാണ് ദൈവം. പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഈ ആത്മാവിനെ എനിക്ക് എപ്പം കാണാൻ പറ്റുമെന്ന് അറിയോ? ഞാൻ ഈ ശരീരം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണ്? പിന്നെ ആത്മാവല്ലേ ഉള്ളൂ. ഈ ആത്മാവ് എൻ്റെ അതേ രൂപത്തിൽ തന്നെയായിരിക്കും. നിന്റെ ആത്മാവ് നിന്റെ അതേ രൂപത്തിലായില്ലേ? അപ്പൊ നമുക്ക് ദൈവം, അപ്പൊ നമുക്ക് എല്ലാം കാണാം. ആത്മാവിനെ അറിയാൻ പറ്റാത്ത ഒരു കാര്യമില്ല. കാരണം ആത്മാവിന് മരണമില്ല, അതാണ് സത്യം. ഈ ആത്മാവിനെ തീയിലിട്ടാലും അത് മരിക്കുന്നില്ല. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നല്ലാതെ മരിക്കുന്നു, ദണ്ഡന മേൽക്കുന്നല്ലാതെ മരിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ഞാൻ ദൈവത്തെ അന്വേഷിച്ചു പല കൾച്ചറിലും പല പുസ്തകങ്ങളിലും. പക്ഷെ ഒറ്റ കാര്യം, ദൈവം എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് അനുഭവം മനസ്സിലായത്. ഞാൻ ഈ ജീവിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട്. ആ തെറ്റ് എന്ന് പറയുന്നത് എനിക്ക് ശരിയാതെ വന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ആ തെറ്റ് മാറ്റണം. ആ തെറ്റ് മാറ്റാൻ കുറച്ച് അറിവ് വേണം. അപ്പൊ ഞാൻ ഇത് വായിച്ചു നോക്കും. ഈ ബൈബിളൊന്ന് വായിച്ചു നോക്കും. ബൈബിൾ വായിച്ചപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്. ഇത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും. അപ്പൊ ഈ വായിച്ചപ്പോ കിട്ടിയ വാക്യം ഇതാണ്. അപ്പൊ ഇത് ചെയ്താൽ ഞാൻ പാപിയായി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ അറിയാത്ത തന്നെ കുറെ പാപങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു, മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കില്ല. ഞാൻ എത്രയോ മദ്യപാനം കഴിച്ചിട്ടുണ്ട്. കാരണം എന്റെ നാട് മാഹിയാണ്. മാഹിയിൽ ചെറിയ പൈസക്ക് സംഭവം കിട്ടും. ഇപ്പൊ അതില്ല കേട്ടോ. ഇപ്പൊ അത് മനസ്സിലായി, ഞാനല്ല, എൻ്റെ അകത്ത് വേറെ സാധന ശക്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ നിർത്തുന്നത്. കാരണം മദ്യപാനം കുടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ആയുസ് കുറയുക. ദൈവം ഒരു 70 വയസ്സ് ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 50 വയസ്സിൽ കാഞ്ഞു പോവുക മദ്യപാനം കുടിച്ചിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ ബാക്കിയുള്ള ശിഷ്ട ആയുസ് എങ്ങനെ ജീവിക്കും? ശരീരമില്ല. അപ്പൊ അത് ദൈവത്തോട് ചെയ്യുന്ന അനീതിയാണ്. ദൈവം വെച്ച കാര്യങ്ങൾ, ഭൂമിയിൽ നീ ഇത്ര വയസ്സ് വരെ ഈ ഭൂമിയിൽ വേണം, നിന്നിലൂടെ ചില കടമകൾ ഞാൻ ചെയ്യാനുണ്ട്, നീ ചില സത്യങ്ങൾ അറിയാനുണ്ട്. ഇതിനൊക്കെ വെച്ചിട്ട് ദൈവം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ ഓൾറെഡി പദ്ധതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ പൂർവികന്മാർക്കെല്ലാം ഇതുപോലെ പദ്ധതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ചിലരനുസരിച്ചു, ചിലരനുസരിച്ചില്ല. അനുസരിച്ചവന്റെ മക്കളെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. അനുസരിക്കാത്തവനെല്ലാം ഇപ്പോഴും പടുകുഴി കിടക്കും. അപ്പൊ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ മതമൊന്നുമല്ല. ഈ മതം മനുഷ്യരുണ്ടാക്കി. ഞാൻ ബൈബിൾ വായിച്ചാൽ നിങ്ങൾ ക്രിസ്ത്യാനിയെ കാണാൻ പറ്റില്ല, ജൂതനെ കാണാൻ പറ്റും. ബൈബിളിൽ എവിടെ ഈ ക്രിസ്തു മതത്തെ കാണിക്കുന്നില്ല. യേശു ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടുമില്ല. ബൈബിളിൽ ജൂതന്റെ ഗ്രന്ഥം, ജൂതന്റെ കൾച്ചറും യഹൂദനിൽ നിന്നും വന്ന വചനങ്ങളുമാണ് ഇതിലുള്ളത്.
പക്ഷെ ഈ ബൈബിളും യഹൂദൻ എടുക്കുന്നില്ല. അത് ആ സത്യം അറിയാമോ? ഇതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ജൂത മതത്തിൽ സ്റ്റാർട്ട് ചെയ്ത അറിവാണ്. ഈ അറിവിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ അറിവ്, ഒരു വ്യക്തിക്ക് ആ അറിവ് കിട്ടിയാൽ അവന്റെ മേൽ പുറമേയുള്ള ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറമേയുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന പ്രേതാത്മാവ് മുതൽ ഭൂതാത്മാവ് മുതൽ പല സംഗതിയുണ്ട്. അതൊന്നും പിന്നെ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം നിന്റെ അകത്ത് ആരിയിരിക്കുന്നു? ലോകത്തെ സൃഷ്ടിച്ചവന്റെ ആത്മാവ് ഇരിക്കുന്നു. അപ്പൊ ഇത് വായിക്കുന്നവരും ഈ ആത്മാവ് നമ്മളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയാണ്. അപ്പൊ പല സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതില് ഓരോ സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഓരോ വചനമാണ് ദൈവം എനിക്ക് തന്നത്. ആ വചനത്തിൽ ഒരു വചനം ഞാൻ പറയാം. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കും. ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതല്ലേ? കർത്താവ് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞത് കല്യാണം കഴിക്കാതെ ജീവിക്കണ്ട. അങ്ങനെ ജീവിച്ചാൽ നീ പെട്ടുപോകും. കാരണം നിന്റെ മനസ്സിലേക്ക് ആര് കയറും? ഈ ദുരാത്മാവ് കയറും. കയറിയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവന്റെ ഭാര്യയെ നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. കണ്ടു? അപ്പൊ നീ ചെയ്യാത്ത പാപം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിനക്ക് അതിനോട് ആകർഷണം ഉണ്ടാവില്ല. കാരണം നിന്റെ ഭാര്യ നിനക്ക് എല്ലാ സ്നേഹവും തരും. കണ്ടോ? അപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുമ്പോഴാണ് കൂടുതൽ തെറ്റ് ചെയ്യലിലേക്ക് വരുന്നത്. അപ്പൊ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മനുഷ്യന് പറ്റില്ല. ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ പാപം വിട്ടിട്ട് വരണം. എന്നാൽ പാപം വിടാൻ ഒരു മനുഷ്യന് പറ്റില്ല. കാരണം ഈ ഭൂമിയിൽ ഒരുപാട് ദുരാത്മാക്കളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ടെൻഷൻ. ഒരാൾക്ക് ടെൻഷൻ വരിക, ആ ടെൻഷൻ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു കാരണമില്ലാതെ ടെൻഷൻ. നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള ദുരാത്മാവ് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെയാണ് ചില സൂയിസൈഡ് നടക്കുന്നത്. എന്നാൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം, അവന്റെ മേൽ ഒരു ശക്തിയുണ്ട്. യേശുവിനെ പരിചയമുണ്ട്. യേശുവിന്റെ പേരിൽ പ്രാർത്ഥിക്കാനുള്ള ആ ശക്തി അവന് കിട്ടിക്കഴിഞ്ഞാൽ ആ ദുരാത്മാവ് ഉള്ള ആ അന്തരീക്ഷത്തിൽ തന്നെ ഇവൻ പ്രാർത്ഥിച്ചാൽ മതി, ആ ദുരാത്മാവ് ഓടിപ്പോയി. അങ്ങനെ ആ വീടെന്ത് ചെയ്യും? ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. കാരണം സൂയിസൈഡിന്റെ മുന്നിൽ ചിലർ എന്നെ വിളിച്ചു. മസ്കറ്റിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന പലരും, പാവം പിടിച്ച സഹോദരിമാരെ വിളിച്ചു, എനിക്ക് മരിച്ചാൽ മതി. അപ്പൊ എന്തോ ഇൻസിഡന്റ് അവരുടെ ജീവിതത്തിൽ നടന്നതായിരിക്കും. അവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, സാരമില്ല സർ, കുടുംബത്തെ ആലോചിക്കുക, ദൈവത്തെ ആലോചിക്കുക. ദൈവം നിങ്ങൾ അപ്പൊ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സ് തണുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് വന്ന ആ ശക്തി അവരെ വിട്ടുപോവുകയാണ്. ആ മരണത്തിന്റെ ശക്തി വിട്ടുപോവുകയാണ്. ആ സമയം തൊട്ട് അവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം വരികയാണ്. ഞാൻ ഈ ഇതില് പഠനം നടത്തിയപ്പോൾ ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായി. യേശുവിലേക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നില്ല, വരാൻ അനുവദിക്കില്ല. കാരണം എന്താ? നീ നല്ല കുട്ടിയായി പോയി. കാരണം ഇവിടെ മതമില്ല. നിനക്ക് മതം മാറേണ്ട ആവശ്യമില്ല. യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ നിന്റെ മനസ്സ് മാത്രം മാറ്റിയാൽ മതി. ജൂതന്റെ കൾച്ചറിൽ നിന്നാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത്. ക്രിസ്ത്യാനി എന്നൊരു മതം അന്ന് സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ യേശു അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ ഈ ലോകം മനുഷ്യന് ഗുണം ചെയ്യില്ലെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന സംഭവം കൂടെ എഴുതിയിട്ടുണ്ട്. നടക്കാനിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ? മനുഷ്യൻ യന്ത്രങ്ങളായി മാറാൻ പോവുകയാണ്. അത് ഏകദേശം കണ്ടു തുടങ്ങിയില്ലേ? കയ്യിൽ ചിപ്പ് വരും. പണ്ടൊക്കെ റേഷൻ കാർഡൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, പുസ്തകമാണ് ഉപയോഗിച്ചത്. ഇന്ന് അരി വാങ്ങണമെങ്കിൽ ഇനി അടുത്ത കാലഘട്ടത്തിൽ പോകുമ്പോൾ ഇവിടെ ഒരു ചിപ്പ് ഘടിപ്പിക്കും. മൊബൈലിൽ ഒരു ചിപ്പ് ഉള്ള പോലെ ഈ ചിപ്പ് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചാൽ മതി, നമ്മളെ പേര്, ഡീറ്റെയിൽസ് മുഴുവൻ അതിൽ വരും. അപ്പൊ മനുഷ്യന്റെ അകത്ത് ആര് വരികയാണ്? യന്ത്രങ്ങൾ കയറാൻ പോകും. അതിന്റെ നമ്പറാണ് 666. ബൈബിളിൽ എഴുതിയിരിക്കും. വർഷങ്ങൾ കൊണ്ട് എഴുതി വെച്ചായിരുന്നു. നടക്കാൻ പോകുന്നത് ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, പൈശാചിക ശക്തി. അതായത് പൈശാചിക ശക്തി ഭൂമിയെ അവകാശമാക്കാൻ പോവുകയാണ്. അതിനു മുന്നേ യേശു എന്ന സത്യത്തെ തിരിച്ചറിയുന്ന വ്യക്തിക്ക് നന്മയുടെ അംശം ഉള്ളിലുണ്ടാവുകയും അവർക്ക് ഈ പൈശാചിക ശക്തിയെ ജയിച്ച് എതിർത്ത് നിന്ന് ജീവിക്കാൻ പറ്റും. അതിന് മതമല്ല വിഷയം, പൈശാചിക ശക്തിയാണ് വിഷയം. ഇന്ന് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമാധാനം ലഭിക്കും. അവിടെ ഒന്നും നടത്തണ്ട. നമ്മുടെ ജീവിതത്തിനകത്ത് യേശു എന്ന 2 അക്ഷരം ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, നിങ്ങൾ ഏത് കൾച്ചറിൽ ജീവിച്ചോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ യൂറോപ്യൻ കൾച്ചർ ജീവിച്ചോ, ഇന്ത്യൻ കൾച്ചറിൽ ജീവിച്ചോ, നിങ്ങൾ സാരി ഉടുത്തോ ചുരിദാർ ഇട്ടോ, അതൊന്നും ദൈവം ചോദിക്കില്ല. ഒറ്റ കാര്യം, യേശു എന്ന 2 അക്ഷരം നിങ്ങൾ ദൈവമായിട്ട് മനസ്സിൽ വെച്ചാൽ
നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന മരണാസന്നമായ ആ സാഹചര്യത്തിൽ യേശുവേ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ നിങ്ങളുടെ ആത്മാവ് യേശു കൊണ്ടുപോകും. പൈശാചി ശക്തിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനൊരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, സ്പിരിച്വൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഭാര്യയാണ് ചെയ്യുന്നത്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തി ഏത് രോഗത്തിന് അടിമപ്പെട്ടാലും പരിശുദ്ധാത്മാവ് എന്നോട് പറയും അവന് ഇന്ന രോഗമുണ്ട്, ഇന്നേ ശക്തിയാണ് അവതരിക്കുന്നത്. ഞാൻ രോഗത്തെ ക്യാൻസൽ ചെയ്യില്ല, ആ ശക്തിയെ ക്യാൻസൽ ചെയ്യും. ആ ശക്തി അവനെ വിട്ടുപോകുമ്പോൾ ആ രോഗം പോകും. കഴിഞ്ഞ ആഴ്ച ഒരു ക്യാൻസർ രോഗി 2 ആഴ്ച മുന്നേ ബ്രസ്റ്റ് ക്യാൻസറായ ഒരു ലേഡി സഹോദരി വളരെ തകർന്ന് ക്ഷീണിച്ചു വരികയാണ്. ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്താ ഈ രോഗം? ദൈവമേ, യേശുവേ, ഇതെന്താ ഈ രോഗം? അപ്പൊ ദൈവം പറഞ്ഞു, അവളുടെ പാപത്തിന്റെ പേരും പറഞ്ഞ് ഒരു ശക്തി അവളുടെ ബോഡിയിൽ കയറിയിരിപ്പുണ്ട്. അപ്പൊ അതിനെ നീ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. മനസ്സിലായി? അപ്പൊ ഒഴിവാക്കിയ ആൾ ഓക്കെയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പണ്ടേത് പാപം ചെയ്തിട്ടുണ്ട്? അപ്പൊ അവരിങ്ങനെ ഓർത്തെടുക്കാൻ തുടങ്ങി. ഓർമ്മ കാണില്ല, ഓർത്തെടുക്കാൻ. അപ്പൊ അവരെന്ത് ചെയ്തു? ഏതോ ഒരു വലിയ പള്ളിയിൽ അച്ഛനെ എന്ത് ചെയ്തു? വാക്ക് തന്നുണ്ട്. അതിലൂടെ അവരുടെ പേരിൽ എന്ത് ചെയ്തു? പാപം ആരോപിച്ചു ഈ ശക്തി. അപ്പൊ അതുവരെ ഓർത്തെടുത്തിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടണമല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുക, എന്നിട്ട് യേശുവിനോട് ശപഥം. അത്ര ചെയ്താൽ മതി. അന്ന് രാത്രി പുള്ളിക്കാരി ഉറങ്ങിയില്ല, മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇതിൽ ഇങ്ങനെ ഏറ്റുപറയുകയാണ്. ആരോടൊക്കെ തെറ്റ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഏറ്റുപറഞ്ഞ് അവസാനം സ്വസ്ഥമായിട്ട് പോയി കിടന്നു. പിന്നെ ടെൻഷനില്ല. ടെൻഷൻ മാറിയിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, നന്നായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു, അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ സംഗതി പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് ഇതിന്റെ ടെസ്റ്റ് ചെയ്യാൻ, ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ബയോപ്സി, ക്യാൻസർ സ്ഥിരീകരിക്കുന്ന ടെസ്റ്റാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബ് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് അവരെന്ത് ചെയ്തു? കോൺഫിഡൻറ്റ് കൊടുത്തിരിക്കുകയാണ്. യേശു നിങ്ങളെന്തെങ്കിലും രക്ഷിക്കും. ഇവരുടെ അകത്ത് ഒരു വിശ്വാസം ഉണ്ടായിട്ട് ഇവർ ആ പേപ്പർ ഉണ്ടല്ലോ, ക്യാൻസർ ആണെന്നുള്ള പേപ്പർ, അത് പൊതിഞ്ഞു വെച്ചൊരു പേപ്പറുണ്ട്, അതെടുത്ത് കീറിക്കളയും. എനിക്ക് ആ രോഗമില്ലെന്ന് അവർ തന്നെ എന്ത് ചെയ്തു? മനസ്സിലൊക്കെ ഉറപ്പിച്ചിട്ട് ഇത് കീറിക്കളയും. ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടേഴ്സ് ഇഞ്ചക്ഷനോ സൂചിയുമായിട്ട് വന്നു ഇത് കുത്തിയെടുക്കാൻ. ഇത് കുത്തിയെടുത്തിട്ടാണല്ലോ ബയോപ്സി അയക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ കുത്താൻ വേണ്ടി സ്പോട്ട് കാണിക്കാൻ പറഞ്ഞു. ഈ ലേഡി അത് തെരഞ്ഞു നോക്കുക. നെല്ലിക്ക വലിപ്പത്തിലുണ്ടായിരുന്നത് അത് കാണാൻ പറ്റുന്നില്ല. ഇതൊന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ, ഇതൊന്നും ഞാൻ ചെയ്തത്. അതാണ് ഈ ദൈവത്തിന്റെ ഇതിന്റെ മർമ്മം മനസ്സിലാക്കണം. ലോകത്തിന്റെ പൈശാചിക ശക്തി ഉണ്ട്. ആ ശക്തി ശരീരത്തിൽ കയറുമ്പോൾ നീ രോഗിയാകുന്നതും നിനക്ക് മരണാസന്നമായ കാര്യങ്ങൾ വരുന്നതും ആ ശക്തിയെ ഒഴിവാക്കാൻ ഒറ്റ ശക്തിയെ ലോകത്ത് ദൈവത്തിൽ നിന്ന് വരുന്നുള്ളൂ. ആ ശക്തിയുടെ പേര് യേശുവിന്റെ ആത്മാവാണ്. അപ്പൊ ഈ വ്യക്തി അതിനുശേഷം ഡോക്ടർ പറയുന്നത് ഈ ട്യൂമർ എന്ത് ചെയ്യണം? ഇതൊന്നും ബയോപ്സിക്ക് അയക്കണ്ട, ഇതിലൊന്നും കിട്ടാനില്ല, ഞാനിത് കളയാണെന്ന് പറഞ്ഞു. കളഞ്ഞു, ബയോപ്സിക്ക് അയച്ചിട്ടില്ല. ആ ലേഡിക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് യേശുവിനെ കിട്ടിയപ്പോ കെട്ടിപ്പിടിച്ച് കരയും. അടുത്ത ആഴ്ച എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ പറയാ ഇങ്ങനെ സംഭവം നടന്നു. ഫോൺ വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മയിൽ പറഞ്ഞു. അപ്പൊ എനിക്കുണ്ടായെന്നറിയോ, എനിക്കും അത്ഭുതമുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തില്ല. ഇതൊന്നല്ല, കുറെ അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതിന്റെ ഒരു ശക്തി നിന്റെ ബോഡി വന്നാലേ നിനക്ക് രോഗം വരുള്ളൂ, അല്ല രോഗം വരില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ ബാധ എന്നാണ് പറയുന്നത്, അണുബാധ അല്ലെ. ഡോക്ടർമാർ അതിനെ അണുബാധ, ആ അണു എന്നുള്ള വാക്ക് മാറ്റി ബാക്കിയുള്ള വേർഡാണ് യഥാർത്ഥമുള്ളത്. അത് ശരീരത്തിൽ കയറുമ്പോൾ മുറിവ് ഉണങ്ങില്ല. സാധാരണ മുറിവ് ഉണങ്ങാനുള്ള വിറ്റാമിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലില്ലേ. എന്നാൽ ഇതാണ് യഥാർത്ഥമായ ഒരു മനുഷ്യനെ വെല്ലുവിളിക്കുന്ന സാധനം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി മാത്രമാണ് യേശു. ആ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമുക്ക് യേശുവിന്റെ ശക്തി മനസ്സിലായാൽ പിന്നെ നമുക്ക് യേശുവിനെ വിടാനൊന്നുമില്ല. അതിന് ഞാൻ എൻ്റെ പേര് മാറിയില്ല, എൻ്റെ കാസ്റ്റ് മാറിയില്ല, മതം മാറിയില്ല. ഐ ആം എൻ ഇന്ത്യൻ. ഞാൻ ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഹിന്ദു മതത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഇപ്പോഴും പറയുന്നത് എൻ്റെ ഐ ഡി കാർഡല്ല അത് തന്നെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്.
അതിന് റീസൺ ഉണ്ട്. അത് എവിടെ പറയാനും ഒരു അനുഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ജീസസ് ക്രൈസ്റ്റുമായിട്ട് നമുക്കൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ചിലത് നമുക്ക് മനസ്സിലാകുന്നു. നമ്മളിൽ തന്നെ ചിലത് അഴിയാനുണ്ട്, ചില കാര്യങ്ങൾ മാറാനുണ്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മാറി ചിന്തിച്ചു വരുമ്പോണ്ടല്ലോ നമ്മളിനുള്ളിൽ നല്ല മനുഷ്യൻ പുറത്തു വരും. നമ്മുടെ അകത്തൊരു നല്ല മനുഷ്യനുണ്ടെന്ന് എപ്പോ മനസ്സിലാവുമെന്ന് അറിയാമോ? ഈ വഴിയിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ചിലർക്ക് ഇത് വന്നിട്ട് ഭയങ്കര സ്നേഹമല്ലേ യേശുവിനോട്. അവര് ചിലപ്പോ അമ്മേനെയോ അപ്പനെയോ ഒന്നും അച്ഛൻ്റെ ഒന്നും വാക്ക് പിന്നെ കേൾക്കില്ല. കാരണം എന്താ? ഇവർക്ക് ഈ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുകയാണ് ഇവർ ജീവിതത്തിൽ. പലരും ദൈവത്തിന് വേണ്ടി റിസ്ക് എടുത്തിട്ട് ഒത്തിരി പൈസ ചെലവാക്കിയിട്ട് അല്ലെ എന്തൊക്കെ യാഗങ്ങൾ എന്തൊക്കെ അർപ്പിക്കുന്നു അറിയാമോ? എന്നാൽ ദൈവം സിമ്പിളാണ്. ദൈവം എന്ന് പറയുന്നത് നിന്റെ ആത്മാവാണ്. അതാണ് സത്യം. ഗോഡ് ഈസ് എ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദൈവ ആത്മാവാകുന്നു. അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല അല്ലെ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എനർജി നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ല. ആ എനർജി എന്ന് പറയുന്ന സംഗതിയാണ്. അതിന് അൾട്ടിമേറ്റ് എനർജിയുടെ പേരാണ് ഗോഡ്. അത് വെളിപ്പെട്ടത് ലോകത്തിലേക്ക് ഗോഡ് എന്ന് പറഞ്ഞ് വെളിപ്പെട്ട ഒരു മനുഷ്യന്റെ അകത്തുനിന്ന് വെളിപ്പെട്ട സംഗതിയാണ് ഇവിടെ പറയുന്ന കാൽവരി ക്രൂശിലെ യാഗത്തെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പാപം, യേശുവിനെ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത എന്താ അറിയുമോ? നമ്മുടെ പാപം നേരെ അങ്ങോട്ട് പോകും, ആ യേശുവിന്റെ യാഗത്തിലേക്ക് പോകും. പിന്നെ നമ്മൾ ഫ്രീ ആവും. നമ്മൾ ഫ്രീ ആയിട്ട് പിന്നെ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. എന്തൊക്കെ ഗുണങ്ങളാണ്? നമ്മുടെ ശാപം മാറിയാൽ തടഞ്ഞു വെച്ച ആ ശക്തി തടഞ്ഞു വെച്ച കുറെ ഗുണങ്ങളുണ്ടാവും, നന്മകളുണ്ടാവും. അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ചിലപ്പോൾ നല്ല ജോലി ഓഫറുകൾ. ഇതൊന്നും പ്രാർത്ഥിക്കണമെന്ന് പോലും ഇല്ല. അതാണ് അതിന്റെ സത്യം. ഇതൊന്നും പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല, നമ്മുടെ അകത്തുള്ള മനസ്സൊന്ന് മാറിയ. ഇതാണ് യഥാർത്ഥ സത്യം. ഈ സത്യം വിളിച്ചു പറയുമ്പോൾ പലരും ഈ ഈവിൾ സ്പിരിറ്റ് ഉണ്ടല്ലോ, എന്താ നമ്മളെ കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നത് അറിയാമോ? ഇത് ഫേക്കാണ് പറയാം. എന്നാൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അറിയാം ഇത് ഫേക്ക് അല്ല, ഒറിജിനൽ, റിയാലിറ്റി. ഞങ്ങളിവിടെ പാട്ടുപാടി നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു. ചേട്ടനെ സ്നേഹിക്കുന്നു, അച്ചായനെ സ്നേഹിക്കുന്നു. ഇനി ഒരു മുസ്ലിം കാക്ക വന്ന അയാളെ സ്നേഹിക്കും. ഇവിടെ മതമില്ല. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ്. ജീസസ് ഈസ് എ റിലേഷൻഷിപ്പ്. മനസ്സിലായില്ല? നോട്ട് എ റിലീജിയൻ. ഇത് റിലീജിയൻ അല്ല, ഇത് റിലേഷൻഷിപ്പാണ്. ദൈവം റിലേഷൻഷിപ്പാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൗൺസിലിംഗ് ചെയ്യുകയാണ്. എന്റെ ജോലി കൗൺസിലിംഗ് ആണ്. ഒരാളെ കണ്ട എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ വീക്ക്നെസ് അറിയാം. പക്ഷെ ആ വീക്ക്നെസ് അയാളോട് പറയണോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും. പറയണോ? ദൈവം പറയും പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച പറഞ്ഞു കൊടുത്താൽ അയാളുടെ മെയിൻ സാധനം അയാളകത്തുനിന്ന് പോകും. പിന്നെ അയാൾ രക്ഷപ്പെട്ട് നല്ല വഴിക്ക് വരും. ചിലരോട് ദൈവം പറയണ്ട, കാരണം എനിക്കതൊരു തിരിയും. കാരണം നമ്മൾ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ? എൻ്റെ ഇഷ്ടപ്പെടില്ല അല്ലേ ജിൽ ബ്രദറെ? ഇപ്പൊ ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ പ്രേമിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ഉദാഹരണം പറയുകയാണെ കാസനോവ എന്ന് പറയുന്നത്. യഥാർത്ഥ കാസനോവ അല്ല. ചിലരുടെ ധാരണ കാസനോവയാണ് അദ്ദേഹം. കല്യാണം കഴിഞ്ഞാൽ നിർത്തിക്കോട്ടെ അല്ലേ? നിർത്തണ്ടേ? നമ്മൾ കൗമാരത്തിൽ ജീവിച്ച അതേ സ്റ്റൈലിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിച്ച കുടുംബം കാണത്തില്ല. എല്ലാത്തിനും അതൊരു അടിസ്ഥാനമാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിക്കുമ്പോൾ ഞാനും കുറെ തെറ്റൊക്കെ ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളെ ടീച്ച് ചെയ്യാനുള്ള ഒരു പെർമിഷനും അത്രത്തോളം ഞാനും നിങ്ങളെ പോലെ പാപമൊക്കെ ചെയ്ത ആളാണ്. പക്ഷെ അത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അതെന്റെ കുടുംബത്തെ തകർക്കും, എന്റെ വൈഫിനെ തകർക്കും, എന്റെ ഭാര്യയ്ക്ക് വിഷമാവും. പിന്നെ എനിക്ക് എന്റേതായ ഒരു ഇമേജ് നഷ്ടപ്പെടും. ഇതെല്ലാം ബൈബിളിൽ എഴുതിയ കാര്യങ്ങളാണ്. ഇതുവരെ എഴുതിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, നിങ്ങളുടെ കിടപ്പറ മലിനമാകരുത് വരെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കിടപ്പറ മലിനമാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ആ ബെഡ്റൂം കൊടുക്കരുത്. കൊടുത്ത വിവരം അറിയാം. കൊടുത്താലുള്ള സംഗതി എന്താണെന്ന് അറിയാം? കൊടുത്താൽ നിങ്ങളുടെ മക്കൾ കൊടുക്കും അതുപോലെ നെഗറ്റീവായിട്ട്. അപ്പൊ അത് അച്ഛൻ കാണേണ്ടി വരും. അയ്യോ എന്റെ മകൻ. അച്ഛൻ സ്വയം ചെയ്യുന്ന തെറ്റിന് അച്ഛനെന്ത് ചെയ്യില്ല, വേദന ഉണ്ടാവില്ല. പക്ഷെ അച്ഛൻ മക്കളുടെ തെറ്റ് കാണുമ്പോൾ അയ്യം പിടിക്കും. അപ്പൊ ദൈവത്തിനറിയാം നിനക്ക് എവിടെ അടിച്ചാലാണ് നീ പാഠം പഠിക്കണം. ദൈവത്തിനറിയില്ല. ഈ ബൈബിളിൽ എഴുതിയ കാര്യം തെറ്റിച്ചാൽ അതിന്റെ റിയാക്ഷൻ പിന്നീട് വരുന്നത് പ്രവൃത്തിയാണ്. അത് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. അല്ല ദൈവം ആരെയും ശപിക്കുന്ന ദൈവമല്ല. ഈ യേശു ആരെയും ശപിച്ചിട്ടില്ലല്ലോ. തന്നെ കുന്തം കൊണ്ട് കുത്തി വിലാപുറത്ത് യേശു പോ സാത്താനെന്ന് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാം.
പിന്നെയും കുറേ ഗുണപാഠങ്ങൾ നമുക്ക് ഈ ബൈബിൾ വായിച്ചാൽ, ഈ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിവ് ലഭിക്കാൻ, ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിയാൻ. ഇതിൽ പുതിയ നിയമത്തിനകത്ത് കുറേ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ അകത്തൊരു ആത്മപ്രകാശം വരും. ഇപ്പം എൻ്റെ അകത്തൊരു പ്രകാശം, ഞാനത് അനുഭവിക്കുന്നു, എൻ്റെ ലൈഫ് മുഴുവൻ അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് നടുവേദന വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കേണ്ട വിശ്വസിച്ചു. അമ്മ പ്രാർത്ഥിച്ചോളം പറഞ്ഞു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പോയി. കാരണം ആ നടുവേദന വന്നത് എങ്ങനെയാണെന്നറിയോ? വീണിട്ടാണ്. ആക്സിഡന്റ്. നമ്മൾ വേദന എന്ന് പറയുന്നത് ദൈവം തരുന്നതല്ല, അത് ആദ്യം പറയാം. ദൈവം ഒരിക്കലും വേദന തരില്ല. ദൈവം തരുന്നത് സമാധാനം, സന്തോഷം. ഇതിനു വേണ്ടിയല്ലേ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ടല്ലേ ദൈവം എന്ന് അറിയാത്ത ആള് പോലും വിളിക്കുന്നത് ദൈവം എന്ന് വിളിക്കാൻ കാരണം എന്താ? അറിയാത്ത മനുഷ്യർക്ക് പോലും, ഇപ്പൊ ആദിവാസികൾ പോലും ദൈവം എന്ന് വിളിക്കുന്നു അല്ലേ? പല പേരിലും വിളിക്കുന്നു. പക്ഷെ അവര് ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? സമാധാനം കിട്ടുന്ന ഒരു ശക്തിയാണ് അല്ലേ? ആ വീഴ്ച ഉണ്ടാക്കിയ ശക്തി എന്ത് ചെയ്തു? ബോഡിയിലേക്ക് കയറി. അത് അവിടെ തന്നെ വർഷങ്ങളോളം ഇരിക്കാൻ തുടങ്ങി. ഈ വേദന മാറില്ല, എത്ര മരുന്ന് കുടിച്ചാൽ മാറില്ല. അപ്പൊ നമ്മൾ എന്നാ ചെയ്യാം? ആ വേദനയ്ക്ക് കാരണമുള്ളത് എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഉള്ളെന്ന് ഇങ്ങനെ പറയും, ദാറ്റ്സ് എ സ്പിരിറ്റ്. അതൊരു ദുരാത്മാവുണ്ട് അവിടെ, അതിനെ ക്യാൻസൽ ചെയ്യുക. ഉടനെ ബൈബിളിൽ ഒരു വാക്ക് കിട്ടും. ആ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബോഡിയിൽ നിന്ന് അത് മാറുകയാണ്. അപ്പൊ ആ വ്യക്തിക്ക് ആ സ്പോട്ടിൽ എന്ത് ചെയ്യും? ഇതൊന്നും അത്ഭുതമൊന്നുമല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നിങ്ങൾ മന്ത്രവാദം ഉണ്ട് എന്ന് നമ്മുടെ പൂർവികന്മാർക്കറിയാം അല്ലേ? അങ്ങനെ ചെയ്തിട്ട് കുറെ പ്രതികൂലം കിട്ടിയ ആളിൽ ഒരാളാണ് ഞാൻ പോലും അറിയാതെ ചിലത് എന്റെ തലയിൽ വന്നിട്ട് എനിക്ക് ഒത്തിരി രോഗങ്ങളുണ്ടായി. മരുന്ന് പിടിച്ചിട്ടൊന്നും രോഗത്തിന് ശമനമില്ല. അപ്പോൾ ഈ ദൈവമായിട്ടുള്ള ഒരു ബന്ധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും രോഗമല്ലെന്ന്. പിന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരമല്ല, ആത്മാവ് എഴുന്നേക്കാൻ തുടങ്ങും. നിങ്ങൾ ധ്യാനിക്കാറുണ്ട്, ധ്യാനം അല്ലെ? യോഗയിൽ ധ്യാനം നടത്താറുണ്ട് അല്ലെ? ആ ധ്യാനം നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരമല്ല, അകത്തുള്ള ആത്മാവ് ഇങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങും. ഈ ആത്മാവ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡി മുഴുവനും പോസിറ്റീവ് ഓറ വരും. ഈ പോസിറ്റീവ് ഓറ വരുമ്പോൾ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. അവിടെ വിട്ട് നമുക്ക് ഭയങ്കര റിലീഫ് വരും. ഇതാണ് യേശു പഠിപ്പിച്ച ഒരു മേഖല, പ്രധാന മേഖല. പ്രാർത്ഥിക്കുക. ബൈബിൾ നോക്കിയാൽ എവിടെയും പ്രാർത്ഥിക്കുക, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക, ഉണർത്തിരുന്ന് പ്രാർത്ഥിക്കുക. യേശു തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പറയാണ്, ഈ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അകത്തുള്ള ആത്മാവ് എഴുന്നേൽക്കുകയാണ്. അതാണ് സത്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള ആത്മാവ് എഴുന്നേൽക്കുകയാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മുടെ ആത്മാവല്ല, ശരീരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബുദ്ധി കൊണ്ട് ചെയ്യുന്ന. ബുദ്ധി ആത്മാവിൻ്റെതല്ല, ബുദ്ധി ലോകത്തിൻ്റെതാണ്. നമ്മൾ കേട്ടതും കണ്ടതും പഠിച്ചതൊക്കെയാണ് ബുദ്ധി പറയുന്നത്. എന്നാൽ ആത്മാവ് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആത്മാവ് ഉണ്ടായിരുന്നു. ഈ ആത്മാവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ജീവനെ നൽകുന്നത്. നമ്മുടെ ശരീരത്തിലെ രക്തമല്ല ജീവനെ നൽകുന്നത്. രക്തം ജീവനെ നൽകും, പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫ്, നിത്യത വരെയുള്ള ജീവൻ. ആ ആത്മാവ് നല്ല ആത്മാവിലേക്ക് വരുമ്പോഴാണ് യേശുവിന്റെ സ്വഭാവം. യേശുവിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? യേശുവിന്റെ ജീവിതം എല്ലാവർക്കും അറിയാമല്ലോ. അയാൾ ഒരു തച്ചനായിരുന്നു, ആശാരി പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വളർത്തച്ഛനും അമ്മയും ആശാരി കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് ചെറിയ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിതം മുന്നോട്ട് പോയത്. പക്ഷെ ഒരു സമയത്ത് ദൈവവിളി വന്നു. അദ്ദേഹം യേശുവിന് വീട് വിട്ടിറങ്ങി അദ്ദേഹം യോർദാൻ തീരത്ത് സ്നാനം മുങ്ങി തന്നെത്താൻ ശുദ്ധീകരിച്ചു. എന്നിട്ട് അന്നേരാണ് പരിശുദ്ധാത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ദൈവാരാണ് ആത്മാവ്, ആ ആത്മാവിനെ യേശുവിന്റെ കയ്യിലേക്ക് ദൈവം കൊടുത്തു. അപ്പൊ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ തൊട്ട് യേശു എന്ത് ചെയ്തു? 30-ാമത്തെ വയസ്സ് തൊട്ട് യേശുവിന് ആത്മാവിനെ കിട്ടി. ആ ആത്മാവിൽ നിന്നിട്ട്, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നിട്ടാണ് യേശു രോഗിയെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കിയത്. അതുപോലെ തന്നെ മരിച്ച ലാസറിന്റെ കല്ലറയുടെ അടുത്ത് പോയിട്ട് ലാസറിനെ മരിച്ച അവസ്ഥയിൽ നിന്ന് പുറത്തെടുത്തു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ബൈബിളിനകത്ത് നമുക്ക് കാണാം, യേശു ചെയ്ത അത്ഭുതങ്ങൾ. അപ്പൊ യേശു എങ്ങനെ അത്ഭുതം ചെയ്ത്? ഈ ആത്മാവിലാണ് ചെയ്തത്. ആ ആത്മാവിനെയാണ് നമ്മുടെ യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു ആത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവളോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു, ഇങ്ങനെയുള്ള സംഗതികൾ. അവൾക്ക് ആദ്യം വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൾക്കൊരു പ്രയാസം വന്നപ്പോൾ ഞാൻ അവൾക്ക് പ്രാർത്ഥിച്ചു. അവൾ കുഴഞ്ഞ് താഴെ വീഴുകയും
കുറച്ചു നേരം അവൾക്ക് ബോധമില്ല. അത് കഴിഞ്ഞ് ഞാൻ അവളെ എഴുന്നേൽപ്പിച്ചു. യേശു ചോദിച്ച പോലെ ഞാനും ചോദിച്ചു. കാരണം ഈ ശക്തി വന്നാൽ ഞാനല്ല സംസാരിക്കുക, എൻ്റെ അകത്തുള്ള ആ ശക്തിയാണ് സംസാരിക്കുക. അത് യേശുവിൻ്റെ ആത്മാവെന്ന് പറയും. പിന്നെ അവള് ആ അത്രയും കാലം അവൾ കൊണ്ടു നടന്ന വേദനയും പ്രയാസവും മാറിയതായിട്ട് കാണും. ഇതൊന്നും എങ്ങനെ നടന്നു എന്ന് എന്നോട് ചോദിച്ചാൽ തെളിവൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഈ ബൈബിളിൽ പറഞ്ഞ അതേ കാര്യം ഞാനിങ്ങനെ എൻ്റെ വിശ്വാസത്തിലൂടെ ചെയ്തതാണ്. അപ്പൊ ദൈവം അതുപോലെ ആക്കി. യേശു ചെയ്തത് നമ്മളും ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് 3 ദിവസം കല്ലറയിൽ കിടക്കുമെന്ന് യേശു പറഞ്ഞു. കല്ലറ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കുന്നു പറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റു. എല്ലാവരുടെയും 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് യേശു പറയേണ്ടതെല്ലാം പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ച് യേശു സ്വർഗരാജ്യത്തിലേക്ക് പോയി. പിന്നെ യേശുവിന്റെ ശിഷ്യന്മാരാണ് യേശുവിനെ എന്ത് ചെയ്യുന്നത്? എല്ലായിടത്തും പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കുന്നത്. യേശു ഇങ്ങനെ അത്ഭുതം നടന്നു. എല്ലാവരും നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മാറും എന്ന് പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും രാജ്യങ്ങൾ കടന്ന് ഇവിടെ തോമസ് ലീഗ വന്നു. അറിയാമോ? യേശുവിന്റെ ശിഷ്യൻ തോമസ് ആണ്. തോമസ് ലീഗയാണ് ഇവിടെ വന്നത്, ഇന്ത്യയിൽ വന്നു. അറിയാമോ? പക്ഷെ അയാൾ ആര് കൊന്നു കളഞ്ഞു? ഈ വിവരമില്ലാത്ത ആളുകൾ ഇയാളെന്തോ എന്താ പറയാ, എന്തോ മന്ത്രവാദി എന്നൊക്കെ പറഞ്ഞ് കൊന്നു കളഞ്ഞു. എവിടെ വന്നു? ചെന്നൈയില് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചു. ആ തോമസ് ലീഹ വരെ, അത് യേശുവിന്റെ ശിഷ്യൻ വന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലോട് യേശുവിന് ഭയങ്കര സ്നേഹമില്ലേ? ഇന്ത്യയിലൂടെ യേശു സ്നേഹിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ തന്റെ ശിഷ്യന്റെ രക്തം ഇവിടെ വീണിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം? ജൂതന്മാരെ ഹിറ്റ്ലർ ഓടിച്ചൊരു കാലഘട്ടത്തിൽ അവർ അഭയം തേടി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യക്കാർ സ്നേഹം കൊണ്ട് വാരി കെട്ടിപ്പിടിച്ചു. ആ സ്നേഹം ദൈവത്തിന് ഇന്ത്യയോടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലാണ് ഇനി അടുത്ത യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ രണ്ടാമത് യേശു ക്രിസ്തു വരാന്നല്ല, നമ്മളിലുള്ള യേശുവിന്റെ പ്രവൃത്തി നടക്കാൻ പോകും. ഇതിൽ മതം ഒന്നും ഒരു വിഷയമേ അല്ല. ഇപ്പൊ ഒരു കാര്യം, ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക യേശുവിനെ കുറിച്ച്. യേശു ഞാൻ കണ്ട അനുഭവങ്ങളുടെ യേശു ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് മരിച്ച ബോഡി തനിയെ ഉയർത്ത് എഴുന്നേറ്റ് വന്നാൽ ഈ ലോകത്തിലെ ഏത് മതക്കാരനും ഇത് സംഭവം സത്യമാണെന്ന് പറയത്തില്ല. കണ്ടോണ്ടിരിക്കുന്ന വ്യക്തി അവിടെ മതത്തിനാണോ പ്രസക്തി, അത്ഭുതത്തിനാണോ പ്രസക്തി? നട്ടല് തളർന്ന് കിടക്കുന്ന ഒരു രോഗിയെ ഇതുപോലെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ഉള്ള ആത്മാവ് അവനെ പോയി തൊട്ട് ആ അവന്റെ മേലുള്ള രോഗശക്തിയെ ഓടിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ, നിങ്ങൾ എന്നെ ദൈവമാക്കരുത്, അത്രയും പറയും. കാരണം ഈ ശക്തി യേശു തന്നതുകൊണ്ട് ചെയ്യുന്നതല്ലാതെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്രമല്ല, ഇവരെല്ലാം ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവർ, ഇവർക്കൊക്കെ ഇവരുടെ പൂർവ്വ പിതാക്കന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയോ? ദേശത്ത് ഇതുപോലെ സൂയിസൈഡ് നടക്കാതിരിക്കാൻ ഇവർ പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല കേട്ടോ. ഞങ്ങൾ എൻ്റെ പഴയ കൾച്ചറിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അക്കാര്യത്തിൽ നമ്മൾ കുറച്ച് സ്വാർത്ഥന്മാരാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവര് നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ KSRTC-കാർക്ക്, മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവര് കൊള്ളാലോ, ഇവരുടെ പ്രാർത്ഥന അങ്ങ് നീണ്ടുപോകും. പക്ഷെ അതിന്റെ പ്രതിഫലം ഉണ്ടായി. റോഡുകൾ വികസിച്ചു, അന്ധവിശ്വാസങ്ങൾ മാറി. പണ്ട് എത്രയല്ലേ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ കൂടെ തീക്കകത്ത് ചാടണം, അതൊക്കെ നീങ്ങിപ്പോയി അല്ലെ? മിഷണറിമാര് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഗുണം എന്താണെന്നറിയോ? അന്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കുറെ ഇല്ലാതാക്കി. അങ്ങനെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കുറെ അയ്യങ്കാളിയെ പോലുള്ള അല്ലെ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ജ്ഞാനികൾ അറിവ് പ്രാപിച്ചു വന്നു അല്ലെ. ഒരു ബേസിക്സ് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യനെ സ്നേഹിക്കാനാണ് ഏറ്റവും വലിയ അറിവ്. അതിനപ്പുറമുള്ള അറിവ് ദൈവവും ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ അല്ല, യേശു പറഞ്ഞ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതിനപ്പുറം വേറെ ഒരു ദൈവപ്രവൃത്തി, അതാണ് ഏറ്റവും വലിയ ദൈവപ്രവൃത്തി. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അല്പകാലത്തെ പരിചയമുള്ളൂ. കഴിഞ്ഞ നാളിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും വലിയ പ്രവൃത്തിയുണ്ട്, ഈ ചേട്ടനടക്കം. ഞാൻ ആ ധൈര്യത്തോടെ, ഞാൻ ഇദ്ദേഹം പാടിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. പക്ഷെ അദ്ദേഹം പാടിയപ്പോഴും പേര് വെച്ചില്ല, ആ ദൈവം എന്നുള്ള കൺസെപ്റ്റ് വെച്ചു. യെസ്, കറക്റ്റ്, അങ്ങനെ തന്നെ വെച്ചോളൂ. നമുക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ട് വേണം നമ്മൾ ദൈവമായിട്ട് കണക്റ്റഡ് ആവാൻ. പക്ഷെ പാടിയ പാട്ട് ദൈവം കേട്ടിട്ടുണ്ട്. കാരണം അറിവില്ലായ്മയിൽ പാടുന്ന പാട്ടും അറിവില്ലായ്മയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയാണ്. ദൈവം എന്തായാലും ചേട്ടന്റെ ജീവിതത്തിൽ ഇടപെടും. എന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇടപെടും. ഞാൻ രാത്രി സ്വപ്നം കാണാറുണ്ട്, നാളെ നടക്കുന്ന കാര്യങ്ങൾ കാണും.
അപ്പം അതെനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അറിയുന്ന കാര്യങ്ങൾ നെഗറ്റീവാണെങ്കിൽ പ്രാർത്ഥിച്ച് അത് ഒഴിവാക്കും. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയുന്ന വ്യക്തിയെക്കുറിച്ച് കാണുന്നെങ്കിൽ അയാളെ ഫോൺ വിളിച്ച് പറയും, ഇതേ സംഭവം ഞാൻ കാണുന്നുണ്ട്, നീ അവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ ദൈവം നമ്മളെ കാണിക്കുന്നു. സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും, ദർശനത്തിലൂടെ ദൈവം സംസാരിക്കും. അപ്പൊ യേശുവുമായിട്ട് ബന്ധം വരുമ്പോൾ സംഭവം എന്താ അറിയുക, നമ്മൾ ഈ ലോകത്തിനപ്പുറമുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ ഒതുങ്ങത്തില്ല. നമ്മളൊരു ഇന്ത്യക്കാരൻ മാത്രമാകത്തില്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ മാറും. നമ്മളൊരു ദൈവ പൈതലായി മാറും. പ്രിയ ദൈവമക്കളെ, ഒറ്റ കാര്യം പറയാം, ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ചെറുതാണ്. എന്നെക്കാളും വലിയ വലിയ അനുഭവസ്ഥര് ദേശം മുഴുവൻ ഓടി നടന്ന് പറയുക യേശുവിനെ കുറിച്ച്. ആ കാലഘട്ടം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും ചെറിയവരാണ് ഞാൻ. പക്ഷെ എനിക്ക് കിട്ടിയ അറിവ് കുറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് പറയും. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഇനി നമ്മൾ മീറ്റിങ്ങുകൾ വെക്കും, ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ നമ്മൾ സംവാദങ്ങൾ വെക്കാൻ പോവുക. അതിലൂടെ നമ്മൾ ഒരാളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്ന നിലവാരത്തിലൊക്കെ അടുത്ത മീറ്റിങ്ങിലൊക്കെ ജിനു ബ്രദറിലൂടെ നമുക്കിത് കേൾക്കാനും കാണാനും ഇടവരട്ടെ. ഇനി അടുത്ത തവണ നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് വരണം. കാരണം അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇവിടെ പരിഹരിക്കണം. ഞങ്ങൾ പറയുന്ന യേശുക്രിസ്തു വെറുതെ ഊഹാപോഹത്തിൽ പറയുന്നതല്ല. ഒരു രോഗമുണ്ട്, അത് മാറ്റിക്കൊടുത്ത് ആ സമയത്ത് അത് വിടുതൽ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയും. നമ്മൾ പറയുന്നത് നമ്മുടെ ലിറ്ററലി നടക്കണം. അതിനുവേണ്ടി അങ്ങനെയുള്ള രോഗികളെ നിങ്ങൾ കൊണ്ടുവന്ന ആ വിഷയം നമുക്ക് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ദൈവം തരുന്ന ആലോചന പ്രകാരം അത് എന്ത് ചെയ്യാം, വിടുതൽ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വിടുതൽ കൊടുക്കും. ചിലർക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ ഞങ്ങൾക്ക് വേണം. കാരണം അവന്റെ കുറവുകൾ അവൻ പരിഹരിച്ചാലേ ദൈവം അവന് വിട്ടുവീഴ്ച ചെയ്യുള്ളൂ. അത് ഏത് മേഖലയിലായാലും അല്ലേ. ഇപ്പൊ ഇന്ന് രാത്രി ഈ ചെറിയ കൂട്ടായ്മ, പക്ഷെ ഞാൻ വലിയ കൂട്ടായ്മയായിട്ട് കാണുന്നത് ഈ ലൈവ് പോകുന്നുണ്ട്, അനേക രാജ്യങ്ങളിലേക്ക് അത് എത്തും. പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയാം, ഈ ഭൂമിയിൽ ശ്വാസം അവസാനിക്കുന്നതിന്റെ മുന്നേ യേശുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം കിട്ടിയ അനുഭവങ്ങളൊക്കെ അത്രയും വലിയ അനുഭവങ്ങളാണ്. ഈ ചെവിയിലാണ് ഞാനൊരു ശബ്ദം കേട്ടത്. ഈ ചെവിയിൽ 2 തവണ കേട്ടു ഈ ശബ്ദം. അപ്പൊ യേശു സംസാരിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എനിക്ക് ഈ ചെവിയിലൂടെ ഒരു ശബ്ദം, ഇടിമുഴക്കമുള്ള ശബ്ദം. ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ പ്രാർത്ഥിച്ച് ഉറങ്ങിയ ഉടനെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ടു, എന്താ ശബ്ദം? അപ്പൊ അവരൊന്നും പറഞ്ഞു തരുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ കൈലി കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റൂമിൽ പോയി കിടക്കുകയാണ്. റൂം ക്ലോസ് ചെയ്തു, കൈലി കൊടുത്ത്, ബാച്ചിലേഴ്സ് അങ്ങനെ വിവാഹിതനല്ല, കൈലി കൊടുത്ത് കിടക്കുമ്പോൾ 3 മണി സമയം കുറച്ചൊരു മയക്കത്തിൽ ഉറങ്ങിപ്പോയി. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടാ. എൻ്റെ ചെവിയിലൊരു ശബ്ദം, രജീഷെ മുണ്ടെടുത്തൊടുക്കുക, രജീഷെ മുണ്ടെടുത്തൊടുക്കുക. 2 തവണ. ഇതാരാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് ഞാൻ മുണ്ട് തപ്പിയപ്പോൾ മുണ്ട് അഴിഞ്ഞിരിക്കുക. ഞാനത് എടുത്തു കൊടുത്തു. എന്നിട്ട് ലൈറ്റ് ഇട്ട് ആരാ എന്ന് നോക്കാൻ വേണ്ടി ചുറ്റും നോക്കി, ബാത്റൂം വരെ നോക്കി, ഒരുത്തരില്ല. അപ്പൊ അതാരായിരിക്കും? നിങ്ങൾ യേശുവിനെ വിളിക്കുമ്പോൾ ഒറ്റ കാര്യം, യേശുവിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ചെവിയിലൂടെയാണ് സംസാരിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല മനസ്സിൽ സ്വപ്നത്തിലാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയൊക്കെ ഇടപെടും. ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഈ അനുഭവങ്ങൾ എന്തിനു വേണ്ടി ഞാൻ ഈ പറയുന്നത് കൂടെ അറിയണ്ടേ. ഇത് കേട്ടിട്ട് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങണം. ഇന്ന് മുതൽ നമ്മൾ ജനിച്ചത് എന്തിനാണ് നമ്മൾ ജനിച്ചത്? നമ്മൾ ഇനി എത്ര കാലം കൂടെ ജീവിക്കും? ഇതിനിടയിൽ ഞങ്ങൾക്ക് ശരിക്കും ഞാൻ നല്ല മനുഷ്യനായിട്ടുണ്ടോ? എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കാം, ഞാനൊരു ഹിന്ദു ആയിരിക്കാം, ഞാനൊരു മുസ്ലിം ആയിരിക്കാം. പക്ഷെ ആ മതത്തിൽ നിന്നിട്ട് തന്നെ എനിക്ക് നല്ല മനുഷ്യനാകാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഭാര്യയോട് സത്യസന്ധത പോലെ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ? മക്കളോട് പറ്റിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിന്റെ ചോദ്യത്തിന്റെ ഉത്തരമെങ്കിൽ നീ ഒന്നുകൂടെ റിയലൈസ് ചെയ്യുക. നമ്മുടെ അകത്തുള്ള ആ ആത്മാവിന് മുന്നിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധരായിരിക്കും. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന നല്ലതാണ്. നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ എനിക്ക് കിട്ടിയ ഇതേ അനുഭവം നിങ്ങൾക്ക് വരും. കാരണം യേശു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്, ഇന്നും ജീവിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പരിശുദ്ധ നല്ല പിതാവേ, ഇന്ന് ഈ ലൈവ് കാണുന്ന ഈ കൊച്ചു സംഭാഷണം കേട്ട ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കണം. അവരുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി മാറിപ്പോകാൻ, അവരുടെ ഉള്ളിലുള്ള ആ ഈഗോ മാറിപ്പോകാൻ,
ആ പെയിൻ, ആ വേദന, ആ ഡിപ്രഷൻ, ടെൻഷൻ, ആ ബന്ധനങ്ങൾ എല്ലാം മാറിപ്പോകാൻ നീ യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നീ അവരെ തൊടണം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകണം. യേശുവിന്റെ നാമത്തിൽ അവർക്ക് സമാധാനം ലഭിക്കണം. ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെ പേരും സമാധാനത്തിന്റെ ആത്മാവ് വ്യാപരിക്കണം. അവർ വീട്ടിൽ പോകുമ്പോൾ ഇതുവരെ പോയതുപോലല്ല, ഒരു പ്രത്യേകത അവർക്ക് ഫീൽ ചെയ്യണം, സന്തോഷം ഫീൽ ചെയ്യണം. ഇനി മുടങ്ങിക്കിടക്കുന്ന നന്മകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടണം. ഒരു നല്ല ബുദ്ധി അവർക്ക് തോന്നാൻ ദൈവം കൃപ ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവേ, ആമേൻ. അല്പസമയം എൻ്റെ വാക്ക് കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളിൽ അത്ര വലിയ ആളൊന്നുമല്ല, പക്ഷേ നിങ്ങളിൽ ഒരു പ്രതിനിധിയായി അനുഭവിച്ച സത്യങ്ങളെ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങൾ ഇതുപോലെ വിളിച്ചു പറയേണ്ടതിന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആശീർവാദം പറഞ്ഞ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ കാവൽ, കൂട്ടായ്മ, സംസർഗം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും ഇടപെട്ട വചനങ്ങളെ ദൂതുകളെ മേൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഇരിക്കുമാറാവട്ടെ. ആമേൻ. ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.